ഐ ഗോട്ട് സ്കാംഡ്. അതും നാട്ടിൽ ഏകദേശം 70,000 രൂപ വർത്ത്. ഇവിടുത്തെ $1,246 എനിക്കൊരു മെസ്സേജ് വന്നു. നിങ്ങളൊരു പാർസൽ നിങ്ങളുടെ അഡ്രസ്സിൽ വന്ന് അഡ്രസ്സിലുള്ള ചെറിയൊരു മിസ്റ്റേക്ക് കാരണം അത് തിരിച്ച് ഞങ്ങൾ അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഇതിലൊരു ലിങ്ക് ഉണ്ട്, ഈ ലിങ്ക് ഫോളോ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എന്തോ ഫോം ഫില്ല് ചെയ്താൽ തിരിച്ച് ഈ അഡ്രസ് തന്നെ ഒന്നുകൂടി അവർ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി അയക്കാനുള്ള ഞങ്ങളുടെ ഒരു സർവീസ് ചാർജ് ആയിട്ട് ഒരു 47 cents നിങ്ങൾ പേ ചെയ്യണം. അങ്ങനെ ഞാൻ എന്റെ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് പേ ചെയ്യാൻ നോക്കുമ്പോൾ ഇവർ പറഞ്ഞ് ഈ കാർഡ് അവൈലബിൾ അല്ല, അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ച് വാട്ട്സ് കിബിഡീസ് ഹാപ്പൻ. What's Kibbidi's happening? അപ്പൊ അപ്പൊ അങ്ങനെ ഞാൻ നേരെ കാനഡ പോസ്റ്റൊക്കെ വിട്ടു. നിങ്ങൾ ഇവിടുന്ന് ഒരു മെസ്സേജ് വന്നു, ഇതിന്റെ ഒരു ഓർഡർ എന്ന് പറഞ്ഞ ഇങ്ങനെ മെസ്സേജ് കാണിച്ചപ്പോത്തിന് ഈ പെണ്ണ് ഇല്ല, അതൊരു സ്കാം ആണ്, കാനഡ പോസ്റ്റ് ഒരിക്കലും SMS അയക്കില്ല. Hey guys, welcome to the most underrated podcast in Malayalam, After Hours Malayalis. ഇന്ന് സെമീർ സ്കാം ചെയ്യപ്പെട്ടു. അതെ, ഇന്ന് എന്നെ കാനഡയിൽ ഒരു കൂട്ടർ ഏകദേശം നാട്ടിലെ 70,000-80,000 രൂപയോളാണ് എൻ്റെ അടുത്ത് നിന്ന് സ്കാം ചെയ്ത് തട്ടിയെടുത്തത്. ആ കഥ ഞാനിവിടെ പറയുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഒരു പാഠമാവട്ടെ, പറ്റിക്കപ്പെടാതിരിക്കുക. ഞങ്ങളുടെ രണ്ടുപേരെ നിത്യജീവിതത്തിൽ ഞങ്ങളെ അനോയ് ചെയ്യുന്ന ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ റാൻഡ് ചെയ്യുന്നുണ്ട്. 3, ഞാൻ പറയുന്നു കസ്റ്റമർ കെയർ ഒക്കെ AI റീപ്ലേസ് ചെയ്താലേ ലോകം നന്നാവുള്ളൂ. കസ്റ്റമർ കെയർ അതെ, കസ്റ്റമർ കെയർ അത്രക്കും മോശമാണ്. അതിൽ വർക്ക് ചെയ്യുന്നവരൊന്നും എഫിഷ്യന്റ് അല്ല. ദേ ആർ നോട്ട് മീറ്റിംഗ് അപ് ടു ദ പോയിന്റ് എന്നാണ് സാൻ പറയുന്നത്. പിന്നെ നമ്മൾ സാന്റെ ഒരു അടിപൊളി പ്രോട്ടീൻ പ്ലാനിനെ കുറിച്ചും അവന് ഫുഡ് കുക്ക് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ പല പല ഘോരം നമ്മൾ ടോപ്പിക്കുകൾ സംസാരിക്കുന്നുണ്ട്. സൗദേ, roll the intro music. ചിരിക്കാനും ചിന്തിപ്പിക്കാനുള്ള 2 ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പോഡ്കാസ്റ്റിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സയാനെ, ഐ ഗോട്ട് സ്കാംഡ്. അതും നാട്ടിൽ ഏകദേശം 70,000 രൂപ വർത്ത്. ഇവിടുത്തെ $1,246 എന്ന് പറയാൻ ഞാൻ വിചാരിച്ച് ചോദിക്കണില്ല എങ്ങനെയാണ്. അതല്ല, ഇത്രയും കൃത്യമായ എമൗണ്ട് പറഞ്ഞോണ്ട് ഞാൻ വിശ്വസിച്ചു. എങ്ങനെ ചെറുതായിട്ട് കുറച്ച് കൂടുതലുണ്ടോ അണ്ണ? ശ്രദ്ധിക്കുന്നുണ്ടണ്ണ. സംഭവം എന്താന്ന് വെച്ചാല് നമ്മൾ ഈ സ്റ്റോറി ഫുള്ള് പറഞ്ഞോണ്ട് റെക്കോർഡ് ചെയ്തായിരുന്നു. പക്ഷെ ഞങ്ങളെ ഈ മൈക്ക് ആക്ക നമ്മുടെ മാക്ബുക്കില് ഓൾസോ നോൺ ആസ് നമ്മൾ ലാപ്പില് റെക്കോർഡർ ഓൺ ആക്കാൻ മറന്നു. അപ്പം വോയിസും ഇതൊന്നും അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒന്നും കൂടി റെക്കോർഡ് ചെയ്യും. അപ്പൊ സയാൻക്ക് ഈ സ്റ്റോറി മൊത്തം അറിയാം. പക്ഷെ സയാന് നിങ്ങളുടെ ഒരു വ്യൂവർ എക്സ്പീരിയൻസിന് വേണ്ടി അവൻ ആക്ട് ചെയ്യാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഈ സ്റ്റോറി കേൾക്കാണ് ആക്ടിങ് പറഞ്ഞിട്ട്. ബാബു നമ്പൂടി. ഓക്കെ, സംഭവം എന്താന്ന് വെച്ചാല് ഞാന് ഇവിടെ നിൽക്കുമ്പോ എന്റെ സ്റ്റഡി പെർമിറ്റിന് അപ്ലൈ ചെയ്തു. അപ്പൊ സ്റ്റഡി പെർമിറ്റിന് അപ്ലൈ ചെയ്ത് ഞാൻ അതിന്റെ ഫോളോ അപ്പ് ഒക്കെ എടുത്തപ്പോ എനിക്ക് 2 ആഴ്ച കൊണ്ട് പോസ്റ്റ് വഴി സ്റ്റഡി പെർമിറ്റ് വരുമെന്നാണ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ ഞാനിങ്ങനെ ഇന്നോ നാളെയോ ആയിട്ട് എന്റെ സ്റ്റഡി പെർമിറ്റ് എത്തും. എന്റെ സ്റ്റഡി പെർമിറ്റ് എത്തിയിട്ട് വേണം എന്റെ കോളേജിൽ ഇത് സബ്മിറ്റ് ചെയ്ത് എന്റെ സെക്കൻഡ് കോഴ്സ് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. അപ്പണ്ട് എനിക്ക് കാനഡ പോസ്റ്റ്, അതായത് നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ പോസ്റ്റ് സർവീസ് എന്നൊക്കെയുള്ള പോലെയുള്ള ഇവിടുത്തെ കാനഡ പോസ്റ്റ്, ഇവിടുന്ന് എനിക്കൊരു മെസ്സേജ് വന്നു. നിങ്ങളൊരു പാർസൽ നിങ്ങളുടെ അഡ്രസ്സിൽ വന്ന് അഡ്രസ്സിലുള്ള ചെറിയൊരു മിസ്റ്റേക്ക് കാരണം അത് തിരിച്ച് ഞങ്ങൾ അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ നിങ്ങളിത് കോണ്ടാക്ട് ചെയ്തില്ലെങ്കിൽ ഇത് എന്നേക്കുമായി ഇവിടുന്ന് പോകും പറഞ്ഞിട്ട് ഇതിലൊരു ലിങ്ക് ഉണ്ട്, ഈ ലിങ്ക് ഫോളോ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്റെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് സ്റ്റഡി പെർമിറ്റ് വരാനുള്ളതുകൊണ്ടൊക്കെ ഞാൻ വിചാരിച്ചു, കാനഡ പോസ്റ്റ് പോകാനൊന്നും സമയമില്ല, നമുക്ക് ഈ ലിങ്ക് വഴി തന്നെ എന്താ വെച്ചാൽ ചെയ്യാം. അവർ പറഞ്ഞു ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എന്തോ ഫോം ഫില്ല് ചെയ്താൽ തിരിച്ച് ഈ അഡ്രസ് തന്നെ ഒന്നുകൂടി അവർ ഡെലിവറി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ ലിങ്ക് കയറിയപ്പോ കാനഡ പോസ്റ്റിന്റെ അതേ ഇന്റർനെറ്റ്, അതേ വെബ് പേജ് ഡിസൈൻ ഒക്കെ ഉള്ള അവരുടെ പേജ്. അങ്ങനെ ഞാന് ഇവര് പുതിയ അഡ്രസ്സും കാര്യമൊക്കെ ചോദിച്ചു. അങ്ങനെ അവസാനം എത്തിയപ്പോ ഇവര് പറഞ്ഞ് ഒന്നും കൂടി അയക്കാനുള്ള ഞങ്ങളുടെ ഒരു സർവീസ് ചാർജ് ആയിട്ട് ഒരു 47 cents നിങ്ങൾ പേ ചെയ്യണം. 47 cents ചെറിയ പൈസ അല്ലേ. അങ്ങനെ ഞാൻ എന്റെ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് പേ ചെയ്യാൻ നോക്കുമ്പോൾ ഇവര് പറഞ്ഞ്
ഈ കാർഡ് അവൈലബിൾ അല്ല അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ച് വാട്ട് സ്കിബിഡീസ് അപ്പൊ അപ്പൊ ഞാൻ എന്റെ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടാണ്ട് ഞാൻ എന്താക്കി മറ്റേ ഡീറ്റെയിൽസ് കഴിച്ചു. അപ്പൊ അവര് വീണ്ടും ഈ ഡീറ്റെയിൽസ് കറക്റ്റ്. അപ്പൊ ഞാൻ നോ ക്യാപ് എന്നൊക്കെയുള്ള രീതിയില് ഞാൻ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അങ്ങനെ ഞാൻ വിചാരിച്ച് ഓക്കെ എന്നാ കാനഡ പോസ്റ്റ് പോയിട്ട് ഞാൻ പേ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാണണം എന്ന രീതിയിൽ അങ്ങനെ ഞാൻ നേരെ കാനഡ പോസ്റ്റൊക്കെ വിട്ടു. കാനഡ പോസ്റ്റിൽ വിട്ട് അവിടെ എത്തിയപ്പോ ഇവര് മറ്റേ ഞാൻ ഈ മെസ്സേജ് ഇങ്ങനെ കാണിച്ചു കൊടുത്താണ്ട് നിങ്ങൾ ഇവിടുന്ന് ഒരു മെസ്സേജ് വന്നു ഇതിന്റെ ഒരു ഓർഡർ എന്ന് പറഞ്ഞ ഇങ്ങനെ മെസ്സേജ് കാണിച്ചപ്പോത്തിന് ഈ പെണ്ണ് ഇല്ല അതൊരു സ്കാമാണ്, കാനഡ പോസ്റ്റ് ഒരിക്കലും SMS അയക്കില്ല. എന്നിട്ട് ആ പെണ്ണ് വേറൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ അല്ലേ? അപ്പൊ ഞാന് ഇല്ല, ഞാനിങ്ങനെ മറ്റേ സിനിമയിൽ ഇങ്ങനെ മെയിൻ ക്യാരക്ടേഴ്സിന് ഇങ്ങനെ ക്യാമറ സൂം വെച്ച് BGM ഒക്കെ വന്ന് അവരുടെ തലയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടുന്ന അങ്ങനത്തെ ഒരു സീനിലൂടെ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. ഞാൻ ഫുൾ ടെൻഷനായി. ഞാൻ അങ്ങനെ ടെൻഷനായിട്ട് ഞാൻ അപ്പൊ തന്നെ എന്റെ ബാങ്കിങ് ആപ്പിൽ കയറിയിട്ട് എന്റെ കാർഡ് ലോക്ക് ചെയ്തു. ഞാൻ ആർക്കെങ്കിലും എന്റെ കാർഡ് ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ അത് വെച്ച് പേയ്മെന്റ് നടത്തണ്ട വെച്ചിട്ട് ഞാൻ ലോക്ക് ചെയ്തു. അങ്ങനെ ലോക്ക് ചെയ്തിട്ട് നീ എന്റെ ഇൻഫർമേഷൻ എടുത്തേക്കാം, പക്ഷെ ഞാനിത് നിനക്ക് എളുപ്പമാക്കി തരില്ല. അതെ, അങ്ങനെ ഞാൻ ഡീറ്റെയിൽസ് കിട്ടേണ്ട വെച്ചിട്ട് ഞാൻ ലോക്ക് ചെയ്തു, കാർഡ് ലോക്ക് ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ നാളെ മറ്റന്നാളായിട്ട് ബാങ്ക് പോകണത് റെഡി ആക്കണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്നിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്ക് പോയിട്ട് ഞാൻ എന്റെ ഡെബിറ്റ് കാർഡ് മാറ്റി. അതായത് ഇവരോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ടായിരുന്നു, അപ്പൊ എന്റെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡൊക്കെ എനിക്ക് മാറ്റണം, അതേപോലെ എന്റെ കാർഡിന്റെ നമ്പറും എനിക്ക് മാറണം, കാര്യം ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡെബിറ്റ് കാർഡ് അവർ അപ്പൊ തന്നെ അവിടെ വെച്ചിട്ട് നമ്പറും കാര്യമൊക്കെ എനിക്ക് മാറ്റി തന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇനി സേഫ് ആണ്, എന്റെ ഡെബിറ്റ് കാർഡും ഡീറ്റെയിൽസ് ഒക്കെ മാറി എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങോട്ട് കാർഡ് അൺലോക്ക് ചെയ്യുന്നത്. കാർഡ് അൺലോക്ക് ചെയ്ത് എനിക്ക് എന്റെ ഒരു പേറോള് വന്നു. പേറോള് വന്ന് സാലറി അങ്ങനെ വന്ന് ഞാന് ഗ്യാസ് എന്തോ പേ ചെയ്യാൻ വേണ്ടിട്ട് പേ ചെയ്ത് അത് കഴിഞ്ഞു, ഗ്യാസ് ഫില്ല് ചെയ്ത്. പിന്നെ വേറെ ഇവിടെ എത്തിയപ്പോ ഞാൻ വീണ്ടും പേ ചെയ്യാൻ നോക്കുമ്പോ പേയ്മെന്റ് ഡിക്ലൈൻ ആവാം. അപ്പൊ എന്താ എനിക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ വേറെ ഏതോ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് പേ ചെയ്ത് പിന്നെ ഞാന് എടാ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവണത് ഒരു ക്രെഡിറ്റ് അല്ല, അത് മനസ്സിലാക്കണം. 5-6 ക്രെഡിറ്റ് കാർഡ് കൊണ്ടെടുക്കണ ഒരു ക്രെഡിറ്റ് അല്ല, അവന്റെ അവസ്ഥയാണ് അത് മനസ്സിലാക്കുക. അങ്ങനെ ക്രെഡിറ്റ് ടു ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണ എന്ത് എളുപ്പം. ഗോഡ് ലൈഫ് ആയിരുന്നു. 5-6 കാർഡ് അങ്ങ് എടുക്കുക, ഇങ്ങനെ വട്ടത്ത് അൺലിമിറ്റഡ് ടൈം ടു പേ ബാക്ക്. അതുകൊണ്ടാണ് അവരത് ചെയ്ത്. എന്നിട്ട് ഈ പേയ്മെന്റ് ഡിക്ലൈൻ ആയി. അപ്പൊ ഞാൻ എന്റെ ആപ്പ് പോയി നോക്കുമ്പോ എന്റെ ആപ്പിൽ നിന്ന് $1,200 മിസ്സിംഗ് ആണ്. അപ്പൊ ഞാന് അതായത് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ മാറ്റി എന്നിട്ടും മിസ്സായി. എനിക്ക് വൻ ടെൻഷനായി. അപ്പൊ ഞാൻ ബാങ്ക് പോയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞ് ഇത് ഞങ്ങളെ ഇതിൽ വരുന്നതല്ല, ഡെബിറ്റ് കാർഡ് മേലുള്ള കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളെ കാര്യം പറഞ്ഞാൽ മതി. കസ്റ്റമർ കെയറിൽ ഞാൻ വിളിച്ചു. കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോ ഇവർക്ക് പ്രശ്നം ഇത്ര രൂക്ഷമായ ഒരു പ്രശ്നമാണ്. രണ്ടാമത് എന്താന്ന് വെച്ചാൽ കുറെ സംഭവങ്ങൾ ഇവർക്ക് ചിലപ്പോ 5 മിനിറ്റ് കൊണ്ട് സംസാരിച്ച് തീർക്കേണ്ടത് ഇവരുടെ ഒരു ഫോർമാലിറ്റിയും ആ ഒരു ടോക്കിംഗ് മെത്തേഡും ഇതൊക്കെ കാരണം ഇവരൊരു 15 മിനിറ്റ് ആക്കും. കസ്റ്റമർ സർവീസ് എന്ന് പറയുമ്പോണ്ടല്ലേ എനിക്കിങ്ങനെ ഊർജം വരികയാണ് അതിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാം. നീ പറയാ തരും കോൾ സെന്റർ കസ്റ്റമർ കയ്യും കാലും ലിറ്ററലി. അങ്ങനെ ഞാൻ ഇവരോട് എന്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു എന്റെ കാർഡ് ഡീറ്റെയിൽസും കാര്യമൊക്കെ മാറിയതാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവര് നോക്കിയാണ്ട് പറഞ്ഞു അതെ കാർഡ് ഡീറ്റെയിൽ മാറിയതാണ്, നിങ്ങളെ പഴയ കാർഡ് എക്സിസ്റ്റിംഗിലില്ല. പക്ഷെ ഈ പേയ്മെന്റ് ഞാൻ നോക്കിയപ്പോൾ ഇത് ഫുള്ള് $200-250 ട്രാൻസാക്ഷൻസ് ആണ്. അതും ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എത്രയോ കിലോമീറ്റർ 1000-2000 കിലോമീറ്റർ ഒക്കെ മാറി കാൽഗറി 2000 കിലോമീറ്റർ ഒക്കെ ഉണ്ടോ? ഓക്കെ, കാൽഗറി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇത് സംഭവിച്ചത്. അപ്പം ഇവര് പറഞ്ഞ് ശരിയാണ് നിങ്ങളെ കാർഡ് മാറിയതാണ്, പക്ഷെ കാർഡ് അതായത് ഈ ട്രാൻസാക്ഷൻ ഉപയോഗിച്ച കാർഡ് നിങ്ങളെ പഴയ കാർഡാണ്, ഹൗ ഇസ് ദാറ്റ് പോസിബിൾ, അത് ഞങ്ങൾ ലോക്ക് ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഉത്തരം. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് ഞാൻ ഇവരോട് ഒരു 1 hour സ്പെൻഡ് ചെയ്തതിന്റെ കാര്യങ്ങൾ മൊത്തം ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്തിട്ട് ഇവര് പറയാ ഇത് ശരിക്കും ഇത് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഫോർവേഡ് ചെയ്യണം നല്ലതെന്ന് പറഞ്ഞിട്ട് ഇവരത് ഫോർവേഡ് ചെയ്തു.
പിന്നെ അവരോട് ഞാൻ വീണ്ടും കഥാപ്രസംഗം 1 മണിക്കൂർ വീണ്ടും ഈ സംഭവം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, പൈസ പോയി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു 10 ദിവസം കൊണ്ട് ഇതിന്റെ റിപ്പോർട്ട് ഉണ്ടാക്കും, 10 ദിവസം കൊണ്ട് വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്നൊക്കെ പറഞ്ഞ്, എന്തോ ഭാഗ്യം കൊണ്ടും പിന്നെ ഇവിടെ ഉള്ള ബാങ്കുകൾ അക്കൗണ്ടബിൾ ആയതുകൊണ്ടാവാം അവർക്ക് മനസ്സിലായി ഇതിന്റെ അടുത്ത് സ്കാം നടത്തി തന്നെയാണെന്നുള്ളത്. അങ്ങനെ അവര് ഈ നഷ്ടപ്പെട്ട പൈസ മൊത്തം വരും ഇപ്പൊ റീഫണ്ട് ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇപ്രാവശ്യം റീഫണ്ട് ചെയ്തു, പക്ഷെ നെക്സ്റ്റ് ടൈം നിങ്ങൾ കൂടുതൽ കെയർഫുൾ ആവണം. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹാപ്പി ആയി. പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അതായത് ബാങ്ക് കുറെ ആൾക്കാരെ പറ്റിക്കണു ഒരു രീതിയിൽ. ഓക്കെ, ഒരു സ്കാമർ എന്നെ പറ്റിച്ചു, ഞാൻ സങ്കടപ്പെട്ടു, അവനക്ക് പൈസ കിട്ടി, ഞാൻ ബാങ്കിന്റെ അടുത്തത് പറഞ്ഞു പോയി, ബാങ്ക് എനിക്ക് പൈസ തന്നു, ഞാനും ഹാപ്പി, എന്നെ പറ്റിച്ചു. ബാങ്കിന് ചെറിയൊരു ഒരു സിഗ്നിഫിക്കന്റ് $1,000, ഇൻസിഗ്നിഫിക്കന്റ് $1,000. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ച് സംഭവം ഇത് നല്ല ഒരു വിൻ 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 സിറ്റുവേഷൻ ആണ് എല്ലാവർക്കും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ ഇതും ആലോചിച്ചു, ഇവിടെ ആയതുകൊണ്ടാവാം ചിലപ്പോൾ അത് കിട്ടിയത്. പക്ഷെ നാട്ടിൽ നമ്മൾ ഒരുപാട് കേസസ് കേൾക്കുന്നതാണ്, ഇങ്ങനെ ബാങ്കിൽ നിന്ന് ഇതേപോലെ ഡീറ്റെയിൽസ് കവർന്നു പോയി 30,000 1 lakh ഒക്കെ അക്കൗണ്ടിൽ നിന്ന് പോയിന്ന്. പക്ഷെ ഇന്നേ വരെ നമ്മളൊരു ബാങ്ക് അത് റീപേ ചെയ്തല്ലേ, ഇത് ഞങ്ങളെ മിസ്റ്റേക്ക് ആണ്, അല്ല ഇത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, സാരല്ല, നിങ്ങളെ പൈസ ഞങ്ങൾ തിരിച്ചുതരാന്ന് പറഞ്ഞിട്ട് ഒരു ബാങ്കും പറഞ്ഞിട്ടില്ല. നമ്മളെ നാട്ടില് ഫണ്ട് പോയാൽ അത് പോയി എന്നുള്ളൊരു മട്ടിലാണ് പൊതുവെ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഞാൻ കുറെ ഇങ്ങനെ ആലോചിച്ചു. ഞാൻ ഇത് പോഡ്കാസ്റ്റിൽ പറയാനുള്ള മെയിൻ റീസൺ എന്താന്ന് വെച്ചാല്, എല്ലാവരും എന്ത് ലിങ്ക് കിട്ടുമ്പോഴും ഒന്ന് ഡബിൾ വെരിഫൈ ഒക്കെ ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാതൊക്കെ. ഞാൻ ഉമ്മാക്കൊക്കെ ഇതേപോലെ ഫോണിൽ കുറെ ലിങ്ക് വരുമ്പോ നമ്മൾ ഉമ്മാരോട് ഉപ്പാരോടൊക്കെ എപ്പോഴും പറയലുണ്ട്, വെറുതെ ഓരോ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്തിട്ടോ എന്നൊക്കെ. ഞാൻ ഇങ്ങനെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ പെട്ട് പറഞ്ഞപ്പോ എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. അതായത് ഹൗ ഡിഡ് ഐ ഗോട്ട് പ്ലേഡ് എന്നുള്ള രീതിയിൽ എനിക്ക് 2 ദിവസം ഒന്നും ഉറക്കം കിട്ടില്ലായിരുന്നു. എനിക്ക് ഫണ്ട് പോയാലല്ല, എന്നെ ഇങ്ങനെ പറ്റിക്കാൻ പറ്റിയ. അതെ, അപ്പൊ എല്ലാരും സൂക്ഷിക്കുക, കാരണം എല്ലായിടത്തും ഹാർഡ് ഏൺഡ് മണിയാണ്. എല്ലാരും നല്ല രീതിയിൽ കസ്റ്റമർ സർവീസ് കോൾ സെന്റർ കസ്റ്റമർ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഈ പോഡ്കാസ്റ്റിൽ കഴിഞ്ഞൊരു എപ്പിസോഡ് പറഞ്ഞിരുന്നത്, അതായത് ഞാൻ കിച്ചണറിൽ നിന്ന് ടൊറന്റോയിലേക്ക് മാറുന്നതിന് മുന്നേ ഞാൻ എന്റെ ഇന്റർനെറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ വിളിച്ച കോളിലും ഇതിലൊക്കെ പല കാര്യങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ആയിട്ട് ഡീൽ ചെയ്യുന്നതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ. മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്താന്ന് വെച്ചാല്, ഇവർ ഈ കോൾ സെന്ററിൽ വെക്കുക എന്ന് പറഞ്ഞാല് മിനിമം വേജിന് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഇവര് എന്ന് പറഞ്ഞാല് അപ്പൊ മിനിമം വേജ് ജോബ് ആയതുകൊണ്ട് ഇവർക്ക് നോളജ് വളരെ കുറവായിരിക്കും ആ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ. അപ്പൊ നമ്മൾ ഇവരോട് ഒരു കാര്യം പറയുമ്പോൾ, നമ്മള് 3 പ്രാവശ്യം നമ്മൾ ഇവരെ വിളിച്ചാല് 3 ആൾക്കാരാണ് ഫോൺ എടുക്കുക, 3 ആൾക്കാരും 3 ഇൻഫർമേഷൻ ആണ് തരിക. ഈവൻ ഫോർ എക്സാമ്പിൾ, ഞാൻ ഇതേപോലെ തന്നെ ഞാൻ കിച്ചണറിന്ന് ടൊറന്റോയിലേക്ക് മാറിയപ്പോൾ എന്റെ വൈഫൈ കട്ട് ചെയ്തു. അപ്പൊ ഞാൻ ഇവരോട് കുറെ പറഞ്ഞൊക്കെ ചെയ്തു. ഞാൻ ഇവരോട് പറഞ്ഞ്, എനിക്ക് വളരെ പുവർ കസ്റ്റമർ സർവീസ് ആണ് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ അത് ക്യാൻസൽ ചെയ്യാണ്, ഞാൻ വേറെ സിറ്റിയിലേക്ക് മൂവ് ചെയ്യാനൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നിങ്ങളെ ഇന്റർനെറ്റ് ക്യാൻസൽ ആയി. അപ്പൊ ഇവര് സോറി സർ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ കസ്റ്റമർ സർവീസ് ഇമ്പ്രൂവ് ചെയ്യാം, അല്ലാതെ എനിക്ക് വേറെ ഒന്നും ഇല്ലാതാണ്. അപ്പൊ ഇവര് പറഞ്ഞ്, എന്റെ ഇന്റർനെറ്റിന്റെ ബില്ല് എന്ന് പറഞ്ഞപ്പം $150 ആണെന്ന് വിചാരിച്ചു. അവര് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് 50% ഓഫ് തരാം 1 മാസത്തേക്ക് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ 50% ഓഫ് തരണം, ഞാൻ നിർത്തി. അപ്പൊ ഞാൻ മൂവ് ചെയ്യാണ് വേറെ സിറ്റിയിലേക്ക്. പക്ഷെ ഞാൻ പറഞ്ഞു, ഇല്ല, നിങ്ങളെ കസ്റ്റമർ സർവീസ് ഇത്രയും മോശമാണ്, ഞാൻ നിർത്തി പറഞ്ഞു. അപ്പൊ ഇവരാണ്, സർ ഞങ്ങൾ നിങ്ങൾക്ക് 100%, ഇവര് പറയണേ 1 മാസം ഫ്രീ ഇന്റർനെറ്റ് തരാം, അൺലിമിറ്റഡ് ഇന്റർനെറ്റ് നിങ്ങൾക്ക് തരാം, നിങ്ങളിത് എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റൂല, ഞാനിത് നിർത്തി എന്ന് പറഞ്ഞു. കെട്ടിച്ചു തരാന്ന് എടുക്കില്ല ഈ സയാര്. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പോവാണ്, നെഹി എന്ന് പറഞ്ഞാൽ നെഹി. ഞാൻ പറഞ്ഞു, അപ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത്, അപ്പൊ ഇവർക്ക് ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റില്ലേ, അടുത്ത പ്രാവശ്യത്തേക്ക് അറിഞ്ഞിരിക്കാന്നാണ്. അങ്ങനെ ഞാനിത് കട്ട് ചെയ്ത് ഞാൻ ടൊറന്റോയിലേക്ക് പോയി. ഞാൻ പോയ വീട്ടില് ഓൾറെഡി ഒരു പയ്യൻ ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവന്റെ ഇന്റർനെറ്റ് വെച്ചോളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത്രേ സുഖം, ഈ ഒരു കാര്യം അനാവശ്യം. കാരണം നമ്മളിപ്പം വീട്ടിലെല്ലാവർക്കും നമ്മളുടെ പേരിലുള്ള ഇന്റർനെറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വല്ല ബെനിഫിറ്റോ നമുക്ക് വല്ല ഡിസ്കൗണ്ടോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഓക്കെ, ഈ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കാം. അല്ലാതെ ഇപ്പൊ ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതേപോലെ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ തലവേദന. ഒരു അഡീഷണൽ പൈസ ഹൗസ് മേറ്റ്സ് ആരും നമുക്ക് തരില്ല, പക്ഷെ നമുക്ക് ഈ ഫുൾ സ്ട്രെസ്സും ഈ റെസ്പോൺസിബിലിറ്റിയും ഒക്കെ വേറെ പയ്യൻ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു,
നീ എടുത്തോ, നീ എത്ര എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചുതരാം എന്ന് പറഞ്ഞു. എന്നിട്ട് പക്ഷെ ഇവന് എന്നിട്ട് കാനഡ നിർത്തി മതിയാക്കി ഇവൻ നാട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പൊ പിന്നെ വീട്ടിൽ ഇന്റർനെറ്റ് എടുക്കേണ്ട അവസ്ഥ വന്നു. അപ്പൊ വീണ്ടും അപ്പൊ ഞാൻ എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം റോജേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർനെറ്റ് പ്രൊവൈഡറിന്റെ കൂടെ ആയിരുന്നു. ഇപ്രാവശ്യം ഞാൻ ബെല്ല്, റോജേഴ്സ് ആയിട്ട് ബാഡ് എക്സ്പീരിയൻസ്, ബെല്ലിനെ വിളിച്ചു. അല്ല ബെല്ലിനെ വിളിച്ചപ്പോ സഹീൻ എന്നോട് പറഞ്ഞു ഇവർക്ക് $150 കുറഞ്ഞ ഒരു ഇന്റർനെറ്റും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് പറഞ്ഞു ഇവര് ഡിസ്കൗണ്ടഡ് ആയിട്ട് എന്നോട് പറഞ്ഞത് $90 എന്നാണ് പെർ മന്ത്. അപ്പൊ അത് എടുത്തോണ്ടിന്നാണ്. അങ്ങനെ ഞാൻ ഇവരെ വിളിച്ചു, $90 ഞാൻ ഇവരോട് ഏത് നിങ്ങളെ ഡീൽ ഉള്ളതെന്നൊക്കെ ചോദിച്ചു. ഇവര് $90 ഒരു ഡീൽ ഉണ്ടെന്നാണ്. അപ്പൊ ഞാൻ ഓക്കെ ഞാൻ വേറെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത്. പിന്നെ ഞാൻ കുറച്ച് വേറെ ഒന്നും നോക്കാൻ വയ്യ, ഇവരെ തന്നെ വിളിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവരെ വീണ്ടും വിളിച്ചപ്പോണ്ട് ഇവരോട് ഞാൻ എന്താ ഡീലുള്ളതെന്ന് ചോദിച്ചപ്പോ ഇവരാണ് $50 ഒരു ഡീൽ ഉണ്ട്. $150 ഉള്ള സാധനം $90 ആയിട്ട് ഡിസ്കൗണ്ട് തരാന്ന് പറഞ്ഞു. രണ്ടാമത് വിളിച്ചപ്പോ വെറും $50 ഡീൽ കൊണ്ട് നമുക്ക് 150 3 മാസത്തെ ഇന്റർനെറ്റ് കവർ ചെയ്യും. അല്ലേ, എന്തൊരു ഇതാണ് ഇത്. നമ്മള് ഇവർക്ക് അറിയാത്തോണ്ട് വൺ ഹിറ്റ് ഓർ മിസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഞാൻ സഹീനോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതാണ് ഈ കസ്റ്റമർ സർവീസിന്റെ പ്രശ്നം, ഇവര് ഓരോരുത്തരും ഓരോന്നാ പറയാ. അങ്ങനെ ഈ ഇന്റർനെറ്റ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഇന്റർനെറ്റ് സെറ്റ് ചെയ്യാൻ ഇവര് പറഞ്ഞു ഓക്കെ ഞങ്ങൾ നിങ്ങളെ ഈ ഒരു ഫീ, ഇൻസ്റ്റലേഷൻ ഫീ ഉണ്ട്, അത് ഞങ്ങൾ വേവ് ഓഫ് ചെയ്തോളാം. അങ്ങനെ ഒരു ഫീ ഉണ്ട്, അത് ഞങ്ങൾ വേവ് ഓഫ് ചെയ്തോളാം. ഞാൻ പറഞ്ഞു അതൊക്കെ എത്ര ആകുന്നു പറഞ്ഞാൽ ഇതൊന്നും എനിക്കറിയാം. ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഉണ്ട്. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രൊമോഷനിലൂടെ നിങ്ങൾക്ക് $50 ഞങ്ങൾ ചാർജ് ചെയ്യും, പക്ഷെ ഞങ്ങൾ ആ ഒരു പ്രൊമോഷനിൽ $50 വേവ് ഓഫ്. ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ എത്ര പൈസ കൊടുക്കണം അത് മാത്രമേ എനിക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇവരാണ് $50. ഓക്കെ, അങ്ങനെ ഇവർ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്ന് ഇതിന്റെ മോഡം ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നു. അപ്പൊ ഞാൻ ബേസ്മെന്റിലാണ് നിൽക്കുന്നത്, മുകളിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു അറബ് ഫാമിലി നിൽക്കുന്നുണ്ട്. പോലീസുകാരുടെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ ഈ അറബ് ഫാമിലി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഓൾറെഡി ഈ ബെല്ലായിട്ടുള്ള ഒരു ഇന്റർനെറ്റ് ഉണ്ട്. അപ്പൊ ഇവര് പറഞ്ഞു ഓക്കെ ഞങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ തിരിച്ചു പോയിട്ട് ഞങ്ങളുടെ സിസ്റ്റത്തില് ഈ ഒരു മുകളിലെ യൂണിറ്റും ബേസ്മെന്റിലെ യൂണിറ്റും വേറെ വേറെ ആണെന്ന് കാണിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ വന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഇവർ 5 ദിവസം കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വന്നു. അങ്ങനെ ഇവർ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പം ഇവര് പറഞ്ഞു അപ്പൊ അത് പറയാൻ വേണ്ടി ഞാൻ ഇവരെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് $50 ഒരു പ്രൊമോഷൻ ആണ് പറഞ്ഞത്. ഇവർ പറഞ്ഞു അങ്ങനെ ഒരു പ്രൊമോഷൻ ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ട്, ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഉണ്ട്. അപ്പൊ ഇവർ പറഞ്ഞു ഇല്ല, അങ്ങനത്തെ ഒരു ഡീലേ ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് എന്റെ ഇമെയിൽ എടുത്ത് ഇവർക്ക് എന്റെ ഓർഡർ നമ്പർ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഉണ്ട്, ഓക്കെ അത് നിങ്ങൾക്ക് തരാൻ പറ്റും. എന്നിട്ട് ഇവര് പിന്നെയും കുറെ നേരം ഇങ്ങനെ ടൈപ്പ് ഒക്കെ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഓക്കെ ഈ പ്രൊമോഷൻ $150 എന്നാണ് ഫസ്റ്റ് മാസം കാണിക്കുക. ഫസ്റ്റ് മാസത്തെ ബില്ല് വരുമ്പോൾ ഇതാണ് നിങ്ങളുടെ ഓർഡർ നമ്പർ, ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് പറയണം നിങ്ങൾക്ക് ഇങ്ങനെയല്ല $150 അല്ല $50 ആണ് നിങ്ങളെ പ്രൊമോഷൻ. അപ്പൊ അവര് നിങ്ങൾക്കൊരു റീഫണ്ട് തരും, അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് ഒരു ക്രെഡിറ്റ് തരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. നേരെ ഇവർ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? അപ്പൊ ഇവര് പറഞ്ഞു ഈ റെഫറൻസ് നമ്പർ ഒക്കെ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓക്കെ എന്നാണ്. ഫസ്റ്റ് മാസത്തെ ബില്ലും സെക്കൻഡ് മാസത്തെ ബില്ലൊക്കെ വന്നപ്പം എനിക്ക് $50 ഇന്റർനെറ്റിന് പകരം എനിക്ക് $170 ഇന്റർനെറ്റാ വരുന്നത് വിത്ത് ടാക്സും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട്. ഞാൻ എന്നിട്ട് ഇവരെ വീണ്ടും വിളിച്ച് ഇവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. എത്ര നേരം ഉള്ളത് വെറും ഒരു പ്രീക്വൽ. ഇവരെ വിളിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്റെ മമ്മി പറയുന്നു നാട്ടിക്കൊന്നും വിളിക്കുന്നില്ലല്ലോ, വിളിക്കാൻ സമയം ബെല്ലിനല്ലേ വിളിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇവരെ വിളിച്ചിട്ട് ഒരാള് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ അവരോട് ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല, ബില്ലിങ് ഞങ്ങളായിട്ടൊരു ബന്ധമില്ല, ഞങ്ങൾ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ അതെ. എന്നിട്ട് ഇവര് വേറെ ആളെ ട്രാൻസ്ഫർ ചെയ്യും. ഹലോ സർ, വെൽക്കം ടു ബെൽ. എനിക്ക് ഇങ്ങോട്ട് അതും പിന്നെ എനിക്ക് ഏറ്റവും അനോയിങ് ആയിട്ടുള്ള സംഭവം എന്താന്ന് വെച്ചാല് ഇവര് ചില ആൾക്കാരെ ഹയർ ചെയ്യും, ഗ്രാമർ മിസ്റ്റേക്ക് വരുത്തുന്ന എനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ പറയുന്ന ഇംഗ്ലീഷേ മനസ്സിലാവാക്കണ വലിയൊരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് കോൾ സെന്ററിൽ. അതും എനിക്ക് ഒട്ടുമിക്ക എല്ലാ ആക്സന്റും മനസ്സിലാവും. ഇവര് എനിക്ക് മോസ്റ്റ് ഓഫ് ദ ഏഷ്യൻസിനെ വരെ ഹയർ ചെയ്യുമ്പോ ഇത് ഇവരോടൊരു 3-4 പ്രാവശ്യം ചോദിക്കണം എന്താ നിങ്ങള് ഉദ്ദേശിച്ചത്, എന്താ പറഞ്ഞ ഇത് നമ്മള് ഇവരായിട്ടൊരു പസില് കളിക്കണം. അതെ. എന്നിട്ട് ഇയാളോട് ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം.
എന്നിട്ട് ഇതേപോലെ തന്നെ എനിക്ക് $50 ആയിരുന്നു ഇന്റർനെറ്റ്. പക്ഷെ എനിക്ക് വന്നപ്പോൾ 170 സംതിങ് ഒക്കെ കാണിക്കുന്നത്. അതെന്താ വന്നത്, ഇവര് അങ്ങനെ പറഞ്ഞ് ഇയാളായിട്ട് ഞാൻ ലോങ് സ്റ്റോറി ഷോർട്ട്, ഞാൻ ഇയാളായിട്ട് ഇരുന്ന് സംസാരിച്ച് 2 മണിക്കൂർ 15 മിനിറ്റ്. എന്റെ ടോപ്പ് 1 hour 18 seconds. ഓ 2 മണി. എന്നിട്ട് ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇവരായിട്ട് റിസോർട്ട്. അപ്പൊ ഇയാൾ എന്നോട് പറയാ, നിങ്ങൾക്ക് അപ്പൊ ഫസ്റ്റ് എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ദിവസം ഇവർ വന്നു, ഇന്റർനെറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നു. അപ്പൊ ആ 3 ദിവസത്തിന് ഇന്റർനെറ്റ് ഇല്ലായിരുന്നു. പക്ഷെ ഇവർ ബില്ല് ചാർജ് ചെയ്തു. പക്ഷെ ആ ബില്ല് ചാർജ് ചെയ്തത് ഓഫർ ഇല്ലാത്ത ബില്ലാണ്. അപ്പൊ ഫുൾ പ്രൈസ് 3 ദിവസത്തിന് ഇവർ ചാർജ് ചെയ്തു. അപ്പൊ തന്നെ അങ്ങനെ ഇവര് എന്നോട് പറയാം, ഐ ഡോണ്ട് നോ വൈ ദേ ഡിഡ് ദാറ്റ്. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം. അപ്പൊ എനിക്ക് അവസാനമായി പറയാനുള്ളത്, ഇങ്ങനത്തെ ജോബ്സ് ഒക്കെ AI റീപ്ലേസ് ചെയ്യാൻ ഞാൻ കാത്തു നിൽക്കാം. ഇല്ല, ഞാൻ പറയില്ല. കാരണം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സിം കാർഡ് വിർജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിം കാർഡാണ്. അപ്പൊ അവരുടെ കോണ്ടാക്ടിലെ ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞാല് അവരുടെ AI ചാറ്റ് ബോട്ടിനോട് ബോട്ടിനോട്. പക്ഷെ ചാറ്റ് ബോട്ടിനോട് നമ്മൾ എങ്ങനെ സംസാരിച്ചാലും ഇവർക്ക് അങ്ങ് ഫുള്ളി മനസ്സിലാവില്ല. അതല്ല, അത് പക്ഷെ പണ്ടത്തെ AI ആണ്. ChatGPT പോലത്തെ ഒരു AI ആണ് വരുന്നെങ്കിൽ പക്കായിരിക്കും. ശരിയാ, പക്ക. അത് പണ്ടത്തെ ചാറ്റ് ബോട്ട് സംഭവങ്ങൾ. അത് അവര് AI എന്ന് പറയുകയാണെങ്കിലും അത് സത്യം പറഞ്ഞ ജസ്റ്റ് ഒരു കുറച്ച് കീവേഡ്സ് ഒക്കെ വെച്ച് ഇതാവാം എന്ന് പറഞ്ഞിട്ടാണ് അവർ വെക്കുന്നത്. അവർക്ക് ഒരു കുറച്ച് ഫിക്സ്ഡ് റെസ്പോൺസ് ഉണ്ട്, അതിൽ കൂടുതൽ അവർക്ക് കഴിയില്ല. ഈ ChatGPT ഒക്കെ പോലത്തെ ഒരു AI വന്നിട്ട് അങ്ങ് റീപ്ലേസ് ചെയ്താൽ സെറ്റ് ആയിരിക്കും. ഏതൊക്കെ പ്രൊമോഷൻ ഉണ്ടോ അതൊക്കെ കിട്ടും ചെയ്യും. സമയം ഒരുപാട് എത്രയോ ലാഭിക്കാം. ഞാൻ എന്റെ ഉമ്മാനോടും കൂടി ചിലപ്പോ 1 മണിക്കൂർ സ്ട്രൈറ്റ് സംസാരിച്ചിട്ടുണ്ടാവില്ല. ഇത് ഇവരായിട്ട് 1 മണിക്കൂർ 2.25 മണിക്കൂറാണ് ഞാൻ സംസാരിച്ചത്. ഒരു സിനിമയും കൂടി ചെറുപ്പം. അത് സിനിമയുടെ കാര്യം പറയുമ്പോ അത് വേറെ കാര്യം. ഇവരായിട്ട് ഞാന് ഈ ഇന്റർനെറ്റ് എടുക്കാൻ വന്നപ്പോ ഇവരെന്നോട് പറഞ്ഞ്, നിങ്ങൾക്ക് ബെല്ലിന്റെ ഒരു എന്തോ ഒരു സംഭവം ഉണ്ട് മോഡം പോലത്തെ, അതുണ്ടെങ്കിൽ അതില് കുറെ സിനിമയും സീരീസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും, അത് വേണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഫ്രീ ആണ്, നിങ്ങൾക്ക് വേണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്, ഫ്രീ. എന്നിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞേ. അപ്പൊ ഇവര് പറഞ്ഞ് അതെന്താ നിങ്ങൾക്ക് വേണ്ടാത്ത, അത് ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സിനിമയും കാണാറില്ല, സീരീസും കാണാറില്ല, എനിക്ക് ഈ സംഭവം വേണ്ട, ഇത് കിട്ടിയിട്ട് എനിക്ക് കാര്യമില്ല, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. ഇവരാണ് ഫ്രീ ആണ് എന്നാ എടുത്തൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞപ്പോ ഞാന് ഓക്കെ എന്ന് പറഞ്ഞേ. അങ്ങനെ വരുന്നത് അതിന് ഇവര് $10 പെർ മന്ത് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഫ്രീ ആണെന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ ഇവരോട് 100 വട്ടം നിങ്ങള് എല്ലാ ഞാന് ഇവരോട് പറഞ്ഞു, ഞാൻ എത്രയോ പ്രാവശ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും കോൾ റെക്കോർഡ് ചെയ്യുമ്പോ കോൾ ആൻസർ ചെയ്യുമ്പോൾ ദിസ് കോൾ വിൽ ബി റെക്കോർഡഡ് ഫോർ ക്വാളിറ്റി ആൻഡ് ഇൻഷുറൻസ് പർപ്പസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പറയുന്നതാണല്ലോ. അപ്പൊ നിങ്ങൾ അതൊന്നും എടുത്ത് തിരിച്ച് കേട്ട് നോക്ക്. അപ്പൊ വി ഡോണ്ട് ഹാവ് ആക്സസ് ടു ദാറ്റ് ഇൻഫർമേഷൻ. പിന്നെ ആർക്കാരും ഈ ഇൻഫർമേഷൻ ആക്സസ് ഉള്ളത്? നിങ്ങൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞ്, ഞാൻ ഇവരോട് വേണ്ട, ഞാൻ സിനിമ കാണാറില്ല, സീരീസ് കാണാറില്ല, ഞാൻ ആ സാധനം മോഡം വന്നിട്ട് ഞാൻ അതിന്റെ പെട്ടി പോയി അതെ ചോറിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അതിന്റെ നിങ്ങൾക്ക് ഇതിന്റെ ട്രാക്ക് ചെയ്യാൻ വല്ല വഴിയുണ്ടെങ്കിൽ ഞാനത് ഇന്ന് വരെ സൈൻ അപ്പ് പോലും ചെയ്തിട്ടില്ല. അത് എപ്പോഴും ആ ബോക്സ് കിടക്കുകയാണ്, ഞാൻ സിനിമ കാണാറില്ല. അപ്പൊ ഇവർ പറഞ്ഞു, ആ മോഡം ആണ് ഫ്രീ, അതിന്റെ കൂടെ ഉള്ള ഈ ആപ്പ് ഉണ്ട്, ആ ആപ്പ് $10. ഞാൻ പറഞ്ഞു, എന്നോട് ഈ കാര്യമൊന്നും പറഞ്ഞില്ല. എന്നിട്ട് അത് ക്യാൻസൽ ചെയ്ത് അങ്ങനെയൊക്കെ വാങ്ങിച്ചോടാ. ഈ ജോബ്സ് ഒക്കെ AI റീപ്ലേസ് ചെയ്യാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഞാനന്ന് ഉല്ലസിക്കും, പടക്കം പൊട്ടിക്കോ. എനിക്ക് ആ ഒരു കാര്യത്തിൽ ഇവരോട് യാതൊരു വിധത്തിലുള്ള സിമ്പതിയില്ല. വേറെ എന്തൊക്കെയാണ് എന്നെ അനുഭവിക്കുന്ന കാര്യങ്ങൾ? നമുക്കിത് റാൻഡ് സെഷൻ ആക്കാം. എന്നെ അനുഭവിക്കുന്ന ഒരു കാര്യം എന്താ, ഈയിടായിട്ട് എന്നെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റിലേറ്റബിൾ കണ്ടന്റ് കണ്ട് മടുത്തു. റിലേറ്റബിൾ കണ്ടന്റോ? റിലേറ്റബിൾ കണ്ടന്റ്സ് കണ്ട് മടുത്തു. അതായത് ഇപ്പൊ ഏതൊരു മോസ്റ്റ് ഓഫ് ദ ക്രിയേറ്റേഴ്സ് നോക്കുകയാണെങ്കിലും എല്ലാരും ഒന്നെങ്കിൽ നമ്മള് സ്കൂളിലായപ്പോ ചെയ്ത കുറെ അതായത് നമ്മൾ ചെയ്തിരുന്ന കുറച്ച് സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ശരി അതൊക്കെ നമ്മൾ ചെയ്തിരുന്നു, അല്ലെങ്കിൽ വീട്ടില് ബ്രദർ സിസ്റ്റേഴ്സിന്റെ ഫുള്ള് കുറെ ക്രിയേറ്റേഴ്സ് ഫുള്ള് തന്നെ റിലേറ്റബിൾ കണ്ടന്റ് അല്ലേ. കാരണം ഇവർക്ക് അറിയാം റിലേറ്റബിൾ കോണ്ടന്റ്സ് ഇട്ടാലാണ് ആൾക്കാർ ഇത് ഷെയർ ചെയ്യുള്ളൂ, ഷെയർ ചെയ്ത് സേവ് ചെയ്താലും ഒരു അൽഗോരിതം ഹെൽപ്പ് ചെയ്യുള്ളൂ, എന്നാലും ഇവരെ വീഡിയോ റീച്ച് ചെയ്യുള്ളൂ. പക്ഷെ
പണ്ടൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ അവരുടെ ഒരു ടാലന്റ് ഒക്കെ ഷോക്കേസ് ചെയ്യുന്ന പോലത്തെ കോണ്ടന്റ്സ്, അതായത് വീഡിയോഗ്രാഫീസ് അല്ലെങ്കിൽ നല്ല നല്ല ഫോട്ടോസ് ഓക്കെ, കാരണം ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒരു വീഡിയോ പ്ലാറ്റ്ഫോം ഒക്കെ ആയി മാറിയിരിക്കുന്നു ഓൾമോസ്റ്റ്. പക്ഷെ വീഡിയോയിൽ തന്നെ എപ്പോ സ്ക്രോൾ ചെയ്യുമ്പോഴും ഇതേപോലത്തെ, അതായത് ഒന്നെങ്കിൽ ഇങ്ങനെ കുറെ എഡിറ്റഡ് കോണ്ടന്റ്സ്, ഇപ്പൊ എന്റെ ഒരു ഫീൽഡിൽ വരുന്ന കോണ്ടന്റ്സ് ഒന്നെങ്കിൽ UFC കുറെ എഡിറ്റഡ്, അല്ലെ ഫുട്ബോളിന്റെ കുറെ എഡിറ്റഡ്, അല്ലെങ്കിൽ മൂവീസിൻ്റെത്, പിന്നെ ഇതേപോലത്തെ കുറെ റിലേറ്റബിൾ. പക്ഷെ ഈ റിലേറ്റബിൾ കണ്ടന്റ്സ് ഒക്കെ വരുന്നത് ഒറിജിനൽ ക്രിയേറ്റേഴ്സിന്റെ അടുത്ത് നിന്നാണ്. അപ്പൊ അവര് ഈ ഒരു അൽഗോരിതത്തിന്റെ പിന്നാലെ ഓടിയാണ്ട് അവര് ഇതിലോട്ട് അങ്ങ് ഇതായി. അവരാരും ഓരോ ക്രിയേറ്റീവ് ഫോംസോ അല്ലെങ്കിൽ നല്ല നല്ല ആശയങ്ങൾ ഉന്നയിക്കുന്ന വീഡിയോസോ മെസ്സേജ് ഉള്ള വീഡിയോസ് അതൊന്നും വരുന്നത്. മെസ്സേജ് ഉള്ള വീഡിയോസ് ആണ് പിന്നെ നോർത്ത് ഇന്ത്യയിലെ ചപ്രീസിന്റെ കുറെ സ്ലോ മോഷൻ ഇതൊക്കെ ഇട്ടാണ്ടുള്ള നല്ല മെസ്സേജാ അങ്ങനത്തെ കുറെ വീഡിയോസ്. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ടായോ നിന്റെ അൽഗോരിതം അങ്ങനെ ആയതുകൊണ്ടാ. എന്റെ അങ്ങനെ റിലേറ്റബിൾ കോണ്ടന്റ് ഒന്നും തീരെ വരാറില്ല. അൽഗോരിതം കുറെ മാറ്റാൻ നോക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ റിലേറ്റബിൾ കോണ്ടന്റ് ഇൻട്രസ്റ്റഡ് നീ റിലേറ്റബിൾ കോണ്ടന്റ് വരുമ്പോ അത് കണ്ടിരിക്കണോണ്ടാണ് അത് വീണ്ടും വീണ്ടും എനിക്ക് അത് ഫീഡ് ചെയ്യണം. റിലേറ്റബിൾ ആണല്ലോ, കാണട്ടെ. റിലേറ്റബിൾ നമ്മ കണ്ടിരുന്നു, ഷെയർ ചെയ്തു. ഞാൻ ആർക്കും ഷെയർ ചെയ്യണമില്ല. എന്റെ എന്തൊക്കെ അനോയിങ് സംഭവങ്ങള് എന്റെ ഇപ്പൊ ഈടായിട്ട് എന്റെ എന്റെ അൽഗോരിതത്തിൽ ഫുള്ള് ഇന്റീരിയർ ഡിസൈൻ ഒക്കെയാണ്. എന്താ ഗായ്സ് റൂം, ഗായ്സ് ബെഡ്റൂം, അപ്പൊ ലൈറ്റിംഗ് എത്രത്തോളം മാറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെയാണ് എന്റെ ഇപ്പൊ ഒരു അൽഗോരിതത്തിലുള്ള. പിന്നെ UFC കോണ്ടന്റ് കുറെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇൻസ്റ്റഗ്രാമിന്റെ അൽഗോരിതം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താന്ന് വെച്ചാല്, ടിക്ടോക്കിലെ അൽഗോരിതം എന്ന് വെച്ചാൽ നീ ഇപ്പൊ ഒരു ഫയർ ഫൈറ്ററിന്റെ ഒരു റീല് ലൈക്ക് ചെയ്താല് പിന്നെ നിനക്ക് വരാൻ പോകുന്ന ഫുള്ള് ഫയർ ഫൈറ്റർ. പക്ഷെ ഇൻസ്റ്റാഗ്രാമിന്റെ കുറച്ചും കൂടെ ടൈം എടുത്ത് അവർ അൽഗോരിതം മാറ്റുള്ളായിരുന്നു, നമ്മളുടെ ഫീഡ് മാറ്റുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ അവര് വീണ്ടും അതും പെട്ടെന്ന് മാറ്റുന്നുണ്ട്. എന്നെ അനോയ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ആൾക്കാരിൽ അനോയ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അൺപ്രൊഫഷണൽ ഈ കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഒറ്റൊരു ഇതില് ഒരു ബോക്സിലിടാണെങ്കിൽ അൺപ്രൊഫഷണലിസം എന്ന് പറയാം. ഇപ്പം ഒരാള് സമയത്തിന് വരാത്ത, പങ്ക്ച്വാലിറ്റി ഇല്ലാത്ത ഒരാള് നിന്നെ കുറിച്ചല്ല, നിന്നെ കുറിച്ചല്ല. അല്ല, ഞാനും പങ്ക്ച്വാലിറ്റിക്ക് വരാത്ത ആളാണല്ലോ, എനിക്ക് എക്സെപ്ഷൻ ആണ്. അല്ല നീ ഇമ്പോർട്ടന്റ് ആണ് നീ സമയത്തിനെത്തലുള്ളത്. അതെ, ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ്. നമ്മൾ വെറുതെ ഹാങ് ഔട്ട് ഒക്കെ ചെയ്യാനാണെങ്കിൽ ഇവനിപ്പോ കുറച്ച് ലേറ്റ് ആയി വന്നാലും ഇപ്പൊ എന്താ. അപ്പോ ഈ സമയത്തിന് എത്താതെ നിൽക്കുക, ഒരു കാര്യം ഏൽപ്പിച്ചാല് റിലയബിൾ അല്ലാത്ത ഫ്രണ്ട്സ്, അല്ലെങ്കിൽ വേറെ കുറച്ച് ആൾക്കാരുണ്ട് ഭയങ്കര ആവേശത്തിൽ ഇവരെ കാര്യം ഏൽക്കും. ഇത് ഞാൻ ചെയ്തോളാം, ഞാൻ ഏറ്റു, പിന്നെ അതൊന്ന് ഇവരെ കൊണ്ട് ചെയ്തെടുപ്പിക്കണമെങ്കിൽ ഉള്ള ഒരു മെനക്കെടുണ്ട്. അർത്ഥം വെച്ച് പറയുന്ന പോലെ. അല്ലല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഞാൻ പൊതുവേ പൊതുവേ ഇത് നമ്മളെ തമ്മിൽ അടിയോ. അൺപ്രൊഫഷണലിസം അതാണ് എനിക്ക് ഇതേപോലെ തന്നെ. പിന്നെ ഓവർലി ഇമോഷണൽ ആയ ആൾക്കാരെ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്ക് താല്പര്യമില്ല. അതെ, ഇമോഷണൽ കൺട്രോൾ ഇല്ലാത്ത ആൾക്കാർ. കാരണം നമ്മളൊക്കെ അഡൾട്ട്സ് ആണ്. അഡൾട്ട്സിന് വേണ്ട ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ് ഇമോഷണൽ കൺട്രോൾ. അപ്പൊ അത് ഇല്ലാത്ത ഒരാളായിട്ട് എനിക്ക് അവരൊരു ഇമ്മച്യൂർ അല്ലെങ്കിൽ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും അഡൾട്ട് ആവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാറ്. അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങള്. എനിക്ക് ഇന്നെ അനുഭവമുള്ള ഒരു സംഭവം എന്താ വെച്ചാല്, ഈ ബർത്ത്ഡേക്ക് മെൻഷൻ ചെയ്തിരുന്നത് റീപോസ്റ്റ് ചെയ്യണവരുണ്ടല്ലോ. അത് ഇങ്ങനെ ആക്കി അവിടെ തീർന്നില്ലേ? എങ്ങനെ അവരങ്ങനെ റീപോസ്റ്റ് ചെയ്യും, നമ്മൾ ഇങ്ങനെ അടുത്ത സ്റ്റോറി. ഇത് ഇവരിങ്ങനെ കണക്കിന് റീപോസ്റ്റ് ചെയ്യുമ്പോഴേ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഓർക്കുമ്പോൾ ഇവരെ ഒരു സ്റ്റോറി ഉണ്ടാവും. ഇപ്പൊ ഞാനാണെങ്കിൽ മസിൽ മെമ്മറി ബർത്ത്ഡേ ആണല്ലേ, ഇത് എടുക്കുമ്പോ പിന്നെ ഉണ്ടാവും ഇവന്റെ ഒരു ഫോട്ടോ, ആരോ ഇട്ട ബർത്ത്ഡേന്റെ വീണ്ടും ഒരു 5-10 റീപോസ്റ്റ് വരെ ഞാൻ എഗ്രിയബിളാ. ഓക്കെ, 10 അല്ലേ, ചിലപ്പോ അവന്റെ ഒരു 10 ക്ലോസ് ആൾക്കാരുടെ റീപോസ്റ്റ് ചെയ്യണം. ഇത് ഉള്ള എല്ലാരും വിഷു ഇങ്ങനെ റീപോസ്റ്റ്, അതന്നെയാണ് നിങ്ങളെ ലൈഫ്. അതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ഒരു ലൈഫ് ഇല്ല. ആകെ അറ്റൻഷൻ കിട്ടുന്ന ഒരു ദിവസമാണ്.
അറ്റൻഷൻ സീക്കിംഗ് ആണ് ലൈഫ് ഗൈസ്. വേറെ എന്തൊക്കെയാണ് എനിക്കോ പിന്നെ എനിക്ക് ലൈഫില് ലക്ഷ്യമില്ലാത്ത ആൾക്കാരെ കാണുമ്പോ ലക്ഷ്യബോധം നമ്മള് വാഴ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അതെനിക്ക് അത് കാണുമ്പോ സംഭവം അവര് ലൈഫാണ്, അവര് ജീവിച്ചോട്ടെ, എന്നെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. പക്ഷെ എനിക്കത് കാണുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് അനോയ് ചെയ്യും. കാരണം എന്താന്ന് വെച്ചാ എനിക്ക് നല്ലൊരു ലക്ഷ്യബോധം ഉണ്ട്. ഞാൻ എൻ്റെ ആ ലക്ഷ്യത്തിന് വേണ്ടി ഇങ്ങനെ പ്രയത്നിച്ചോണ്ടിരിക്കുകയാണ്, ഉള്ള എല്ലാ വഴികളും തേടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ആ ഒരു ഡ്രീം റിയാലിറ്റി ആക്കാന്. അപ്പം നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ അതിന്റെ ഒരു ഇമേജ് പറയുകയാണെങ്കിൽ, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാനും ആ ലക്ഷ്യബോധം ഇല്ലാത്ത ആളും ഒരു റൂമിലെ വിചാരിച്ചോ, ഞാൻ എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ഇങ്ങനെ ആ റൂമിലൂടെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് ഇങ്ങനെ തിരിയുമ്പം ഇവ അങ്ങനെ സോഫയിൽ ഇങ്ങനെ കിടക്കുക. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പൊ ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ എന്റെ അപ്പൊ ഈ ലക്ഷ്യബോധം ഇല്ലാത്ത ആൾക്കാരെ കാണുമ്പോ ഒരു ഭൂമിക്ക ഭാരം എന്നൊക്കെ ഉള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. വേറെന്താ, പിഷാരടി ഒരു ഷോയില് ജഡ്ജായിരിക്കുമ്പോ ഒരു കഥ പറഞ്ഞിരുന്നു. എനിക്ക് എന്റെ POV അതില് എന്താന്ന് അറിയാൻ വേണ്ടിട്ട്. അതായത് ആ കഥ എങ്ങനെയാണ് അങ്ങനെ പറയണത്, ഇപ്പം നമ്മള് കുറച്ചൊക്കെ ഒരു അഡൽട്ട് ലൈഫും കാര്യമൊക്കെ ആയാലും നമ്മൾ കുറച്ച് സെൽഫിഷ് ആവണം. കാരണം എന്താന്ന് വെച്ചാല് നമ്മള് ചിലപ്പം അധികം പുറത്ത് പോവാതെ, അധികം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാതെ നമ്മൾ ഓരോ കാര്യത്തിനും വേണ്ടി പൈസ ഇങ്ങനെ സേവ് ചെയ്യായിരിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ചിലപ്പോൾ നമുക്ക് നമ്മളൊരു ക്ലോസ് കൂട്ടുകാരനുണ്ടാവും, ഇവൻ ഫുള്ള് പൈസ ഒന്നും അധികം സേവ് ചെയ്യാതെ ഫുൾ ദൂരത്ത് പുറത്ത് പോവാ, ഫുഡ് കഴിക്കുക, മദ്യപിക്കുക, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ ഇതേപോലെ ഒരു കൺട്രോൾഡ് ലൈഫ് സ്റ്റൈൽ. കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെ പിശുക്കന്നൊക്കെ വിളിക്കും, പക്ഷെ എന്നാലും നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ നമ്മള് സ്പെൻഡിങ് ഒക്കെ കുറച്ച് കൺട്രോൾ ചെയ്താൽ ജീവിക്കുക. എന്നിട്ട് ഈ ഒരു ദൂരത്തും ഇതൊക്കെ ആയി നടക്കുന്ന ഒരു സുഹൃത്ത് എന്തേലും ഒരു പ്രശ്നത്തിൽ പെട്ടിപ്പോ എന്തേലും ഒരു ആക്സിഡന്റ് ഉണ്ടായി ഇവന്റെ അടുത്ത് പൈസ ഇല്ലാക്കുമ്പോ നമ്മള് ഇത്രയും കാലം ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള പൈസ മൊത്തം നമ്മൾ ഇതിലോട്ടാണ് സ്പെൻഡ് ചെയ്യും. എന്നിട്ട് പിഷാരടി പറഞ്ഞ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്സുകള് നമ്മളെ കൂടെ ഇല്ലാതെ എന്റെ POV എന്താ, അതാണെന്നാണോ അതോ? ഞാൻ പറയുന്നത് ഇപ്പം ഇതേപോലെ തന്നെ ഒരാളിപ്പോ നമുക്കൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ഇവ ഇങ്ങനെ ഇതേപോലെ ഉള്ള പൈസയൊക്കെ ചെലവാക്കി ജീവിച്ചിട്ട് സേവിങ്ങും ഇല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളുടെ ഒരു ഭാവി, നമുക്കൊരു എമർജൻസി വന്നാൽ ഒരു എമർജൻസി ഫണ്ടൊക്കെ ഇങ്ങനെ കരുതിയിട്ട് പിന്നെ ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാല് ഇവന്റെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ അത് ഇവൻ തന്നെ വരുത്തി വെച്ചതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ആക്സിഡന്റ് ആയ നമുക്ക് മനുഷ്യത്തുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അന്നേരം നമ്മൾ സഹായിക്കും. നമ്മള് സംഭവം ശരിയാണ്, നമ്മളെ ഭാഗത്താണ് ശരി, പക്ഷെ എന്നാലും നമ്മളെ സഹായിച്ചു വരും. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് എന്തായാലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അങ്ങനത്തെ ഫ്രണ്ട്സിനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് ഇല്ലാതെ നിൽക്കുന്നതാവും. അതെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വേറൊരാൾക്ക് ഇല്ല, വരുത്തി വെക്കാതിരിക്കും. പിന്നെ നീ സെൽഫിഷിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിന്റെ കാര്യം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. വിൽ സ്മിത്തിന്റെ അടുത്ത് നിന്നാണ് ഞാൻ അത് കേട്ടത്. വിൽ സ്മിത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മള് ഇപ്പൊ ഒരു എയറോപ്ലെയിനിൽ ടെർബ്യുലൻസ് വരികയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു വലിയ പാനിക് സിറ്റുവേഷൻ വരിക വിചാരിച്ചോ, അപ്പൊ ഓക്സിജൻ മാസ്ക് ഡ്രോപ്പ് ആവുമല്ലോ. അപ്പൊ ഓക്സിജൻ മാസ്ക് ഡ്രോപ്പ് ആയുള്ള നമ്മളുടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മള് ഫസ്റ്റ് മാസ്ക് ഇട്ടിട്ട് വേണം ബാക്കി ആരും സഹായിക്കാൻ. ചിലപ്പോ തൊട്ടിപ്പുറത്ത് നമ്മളെക്കാളും നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ മക്കളായിരിക്കും കൂടുതൽ ഉണ്ടാവുക, നമ്മളെ ജീവനിലേറെ നമ്മൾ സ്നേഹിക്കുന്നത്. പക്ഷെ എന്നാലും നമ്മളെ ശ്വാസം റെഡിയാക്കിയാലേ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അവരെ സഹായിക്കണം എന്ന് വിചാരിച്ചാലും നമുക്ക് അവരെ സഹായിക്കാൻ കഴിയില്ല. നമുക്ക് വെള്ളം, അതെ, യു കാൺ പോർ ഫ്രം ആൻ എംപ്റ്റി കപ്പ് എന്ന് പറയുന്ന സെയിം സംഭവമാണ് ഇത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറെ കാര്യം ആലോചിച്ചിട്ടുണ്ട്. ഞാനിപ്പം എന്റെ ലൈഫ് അടിപൊളിയാക്കാൻ വേണ്ടി ഞാൻ പ്രയത്നിക്കുന്ന സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അതൊരു സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് എന്റെ പേരൻസിനോട് ആക്ച്വലി അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് അവരുടെ ലൈഫ് അടിപൊളി ആവണമെന്നുണ്ടാവും. അപ്പൊ അവരുടെ ലൈഫ് എനിക്ക് അടിപൊളിയാക്കണമെങ്കിൽ ഞാൻ തന്നെ നല്ലൊരു മനുഷ്യനായാലേ, അല്ലെങ്കിൽ നല്ലൊരു സ്കിൽഡ് കോമ്പറ്റന്റ് പേഴ്സൺ ആയാലും എന്റെ ലൈഫ് അടിപൊളിയാക്കിയാൽ എനിക്ക് എന്റെ പേരൻസിന്റെ ലൈഫ് അടിപൊളിയാക്കാൻ പറ്റും, എന്റെ കൂട്ടുകാരുടെ ലൈഫ് അടിപൊളിയാക്കാൻ പറ്റും, എന്റെ സൊസൈറ്റിയുടെ ലൈഫ് അടിപൊളിയാക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ആ ഒരു രീതിയിൽ ചിലപ്പോൾ നോക്കുമ്പോൾ ഇവന്റെ സ്വപ്നത്തിന്റെ പിന്നാലെ എങ്ങനെ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നു എന്നാ തോന്നുക. പക്ഷെ അത് പുറത്തു നോക്കുമ്പോൾ സെൽഫിഷ് ആയിരിക്കും. പക്ഷെ ആക്ച്വലി ആ ഒരു സെൽഫിഷ് പേഴ്സൺ ആയിരിക്കും ചിലപ്പം സെൽഫ്ലെസ് ആക്കാൻ പറ്റുന്നത്. രണ്ട് POV ഇല്ല. സലീം കുമാർ പറഞ്ഞത് ഞാൻ പണിയെടുത്താലും എന്റെ സൊസൈറ്റി നന്നാവും, നാട് നന്നാവും, ഇന്ത്യ നന്നാവും, ലോകം നന്നാവും. അങ്ങനെ ഞാൻ പണിയെടുത്തപ്പോൾ പാകിസ്ഥാൻ ഇവിടെ ഒരാള് ഞാൻ പണിയെടുത്താ ഞാൻ സെൽഫ്ലെസ് ആയി ഞാൻ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യും. കൊള്ളാം.
അത് നീ പറഞ്ഞപ്പോ ഈ ഇന്ത്യ പാകിസ്ഥാൻ ഹെയ്റ്റ് ഉണ്ടല്ലോ, സത്യം പറയുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലുള്ള ആൾക്കാരും നോർത്ത് ഇന്ത്യൻസും സൗത്ത് ഇന്ത്യൻസിനേക്കാളും സിമിലാരിറ്റീസ് ഇല്ലേ. എന്ത് പാകിസ്ഥാനിലുള്ള ആൾക്കാരും നോർത്ത് ഇന്ത്യൻസും സൗത്ത് ഇന്ത്യൻസിനേക്കാളും സിമിലർ അതെ പാകിസ്ഥാനും നോർത്ത് ഇന്ത്യൻസും അല്ലേ. പക്ഷെ അവരൊരു ബോർഡറായി സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ബോർഡറിന്റെ അകത്തായതുകൊണ്ട് നമ്മളെല്ലാവരും ഇന്ത്യൻസ്. പക്ഷെ നോക്കുകയാണെങ്കിൽ ഇവര് സംസാരിക്കുന്ന ഭാഷയും നോർത്ത് ഇന്ത്യൻ സംസാരിക്കുന്ന ഭാഷയും ഇവരുടെ കൾച്ചറും ഇവരുടെ ഔട്ട്ഫിറ്റ്സും ഇതൊക്കെയാണ് കൂടുതൽ സിമിലർ. പക്ഷെ ഒരു ബോർഡറായി സെപ്പറേറ്റ് ആയതുകൊണ്ട് ഈ ഇന്ത്യ പാകിസ്ഥാൻ ഹെയ്റ്റ് ഭയങ്കരമായിട്ട് ഇവർക്ക് തമ്മിലുണ്ട്. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അതായത് നമ്മളൊരു ഔട്ട്സൈഡർ ആണല്ലോ സൗത്ത് ഇന്ത്യൻ. എനിക്ക് ബോർഡറായി സെപ്പറേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താന്ന് വെച്ചാല്, നമുക്ക് ഈ ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഈ നെഹ്റു ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവരെന്ത് ചെയ്തു, ഒന്ന് ഒരു മുസ്ലിംസ് ഒക്കെ ഒരു കൺട്രി എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ ഇവരത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ അന്നത്തെ ഈ പാകിസ്ഥാൻ റീജിയനിലെ ലീഡേഴ്സ് ഒക്കെ അവർക്കും തന്നെ ഓക്കെ ഞങ്ങൾക്ക് ഒരു കൺട്രി നല്ല അത് കൺസെപ്റ്റ്. പക്ഷെ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ആയ മുഹമ്മദ് അലി ജിന്നയാണ് ഈ മുസ്ലിംസിന് സ്വന്തമായിട്ടൊരു കൺട്രി വേണം, ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോൾ പാകിസ്ഥാൻ വേണം എന്ന് പറഞ്ഞിട്ട് അവരാണ് അത് പറഞ്ഞത്, ഇന്ത്യ അല്ല അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഞാന് വായിച്ചത് മറ്റേ നെഹ്റു ഇവരൊക്കെ ബാക്കിലൂടെ കുറെ പൊളിറ്റിക്സ് ഒക്കെ കളിച്ചിട്ട് ഇങ്ങനൊരു ഇതിലോട്ടേക്ക് എത്തിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ ഗാന്ധി മൂവിയിലാണ് ഞാൻ കണ്ടത് തോന്നുന്നത്. അതായത് ഒന്നെങ്കിൽ മുഹമ്മദ് അലി ജിന്ന അല്ലെങ്കിൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആകുമായിരിക്കും. അപ്പോ ചിലപ്പോ നെഹ്റു, ഇത് അറിയില്ല കേട്ടോ, ഇത് കംപ്ലീറ്റ്ലി സ്പെക്യുലേഷൻ ആണ്. അപ്പൊ ചിലപ്പോ നെഹ്റു വിചാരിച്ചിട്ടുണ്ടോ മുഹമ്മദ് അലി ജിന്നക്ക് പാകിസ്ഥാൻ കിട്ടിയാല് മുഹമ്മദ് അലി ജിന്ന അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിക്കോളും, എനിക്ക് ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആവാന്ന് ചിന്തിച്ചേക്കാൻ ചിലപ്പോ. പിന്നെ എനിക്ക് ഇതും തോന്നിയിട്ടുണ്ട്, ലൈക് പാകിസ്ഥാന്റെയും ഇന്ത്യന്റെയും ഒരു ടെറസ്ട്രിയൽ ലാൻഡും കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ പാകിസ്ഥാന് കിട്ടിയത് ഓൾമോസ്റ്റ് അധികം ഒരു വെർസറ്റൈൽ അല്ലാത്തൊരു ലാൻഡും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള്. അതായത് ഇപ്പൊ നല്ല ക്രോപ്സ് കാര്യങ്ങള്, പിന്നെ ഈ ട്രോപ്പിക്കൽ ലാൻഡ്സ്, ഇപ്പം ഡെസേർട്ട് ഏരിയാസ്, ഈ ഹിമാലയ അങ്ങനത്തെ ഏരിയാസ് അതൊക്കെ ഇന്ത്യൻ ബോർഡേഴ്സിലാണ്. പിന്നെ ഈ പഞ്ചാബിലാണല്ലോ മെയിൻ അഗ്രികൾച്ചർ, 80% ഓഫ് അഗ്രികൾച്ചർ ഇന്ത്യന്റെ പഞ്ചാബിലാണ് നടക്കുന്നത്. അതും ഇന്ത്യന്റെ ബോർഡറാണ്. പാകിസ്ഥാനിലും പഞ്ചാബ് ഉണ്ട്, പക്ഷെ അവിടെ കാര്യമായിട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതുണ്ട്. പിന്നെ ഇതേപോലെ അതുകൊണ്ടാണ് ഇവര് ആകെ ഉള്ളത് ഈ ഒരു ജമ്മു ആൻഡ് കശ്മീർ ആണ്. പാകിസ്ഥാന് എന്തെങ്കിലും ഒരു നല്ലതെന്നുണ്ടെങ്കിൽ അത് കിട്ടുമല്ലോ വിചാരിച്ചിട്ട്. അപ്പം അത് പിന്നെ ഇവരെ മൈൻഡില് ഇതെങ്കിലും നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ ഇവരിതായി. അപ്പോഴും ഇന്ത്യ ഇല്ല, അതും ഞങ്ങൾ അത് ഞാന് ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിച്ചപ്പം ഞങ്ങളുടെ സൈനുദ്ദീൻ സർ ഉണ്ടായിരുന്നു. ഈ സൈനുദ്ദീൻ സർ ജമ്മു ആൻഡ് കശ്മീർ ആണോ ജമ്മു കശ്മീർ ആണോ ഏതോ എനിക്കറിയില്ല. അപ്പൊ ഏതോ ജമ്മു ആൻഡ് കശ്മീർ അതല്ല, ഇതില് ഏതോ പാർട്ടാണോ അതോ ഫുള്ളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവര് പറഞ്ഞ ഇന്ത്യന്റെ ഭാഗം ജമ്മു ആൻഡ് കശ്മീറായിട്ട് ആയപ്പോ നമ്മളെ പ്രൈം മിനിസ്റ്റർ നെഹ്റു അങ്ങനെ ആരോ പറഞ്ഞിരുന്ന അത്ര 50 years നമ്മളൊരു റെഫറൻഡം തരുന്നത്. അതായത് നിങ്ങൾക്ക് ഇന്ത്യന്റെ ഭാഗമാവണോ വേണ്ടേ അതോ പാകിസ്ഥാന്റെ ഭാഗമാവണോ വേണ്ടേന്ന് ഇൻഡിപെൻഡന്റ് മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ടോ സാറ് പറഞ്ഞതിലില്ലായിരുന്നു. ഈ കശ്മീരിലുള്ളവർ എപ്പോഴും പറയും ഞങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡന്റ് ഇന്ത്യയും പാകിസ്ഥാനും എല്ലാരും കള്ളന്മാരാണെന്നുള്ള രീതിയിൽ. അത് പിന്നെ എല്ലാരും ഇപ്പൊ കേരളം പറയോ ഞങ്ങൾക്കൊരു ഇൻഡിപെൻഡന്റ് രാജ്യമായാലും അല്ല, ഈ കശ്മീരിന്റെ ഓൾമോസ്റ്റ് സെയിം. ഇന്ത്യൻ സോൾജേഴ്സും അവിടെ കുറെ ചെറ്റത്തരം കാണിക്കുന്നുണ്ട്, കുറെ മീഡിയ അറിയാത്തത്. പാകിസ്ഥാനിന്റെ ഇങ്ങനെ പ്രശ്നങ്ങൾ, അപ്പം ഓരെന്തായാലും പറയും. അപ്പൊ അങ്ങനെ ഒരു റെഫറൻഡം തരും, അപ്പൊ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഇപ്പം ഇൻഡിപെൻഡന്റ് ആകുമ്പോ നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കി 50 years നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ലീവ്. പക്ഷെ ആ റെഫറൻഡം ഇന്ത്യ എപ്പോഴും കൊടുത്തിട്ടില്ല എന്ന് അന്ന് ഞാൻ ഹിസ്റ്ററി ക്ലാസ് പഠിച്ചപ്പോ 9ാം ക്ലാസ്സിനോ 10ാം ക്ലാസ്സിനോ സൈനുദ്ദീൻ സാറ് പറഞ്ഞിരുന്നു. ചിലപ്പോ മേ ബി അതാകാം. പക്ഷെ ഞാൻ എപ്പോഴും ഈ ഇന്ത്യ പാകിസ്ഥാൻ ഹെയ്റ്റ് ഇങ്ങനെ എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻസിന്റെ അടുത്ത് ഞാൻ ഇന്ത്യ പാകിസ്ഥാൻ ഹെയ്റ്റ് കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കോ നിനക്ക് ഞങ്ങളോട് ഹെയ്റ്റ് ഇല്ല, കാരണം ഞാനും നീയും ഇന്ത്യനാണ്. പക്ഷെ നിനക്ക് അവരോടാണ് കൂടുതൽ സിമിലാരിറ്റി, സാമ്യം വരുന്നത്. നീ പറയുന്ന ഭാഷ എനിക്ക് അറിയും പോലില്ല, പക്ഷെ അവർക്ക് മനസ്സിലാകും. നിങ്ങൾ ഇടുന്ന ഔട്ട്ഫിറ്റ്സ്, മറ്റേ ഇത് കുർത്ത സംഭവങ്ങൾ, അതൊക്കെ നിങ്ങൾ തമ്മിലാണ് സിമിലാരിറ്റി ഉള്ളത്. നമ്മള് തുണിയും മുണ്ടും ഷർട്ടും ആണ് ഇടുന്നത്, പക്ഷെ
അങ്ങനെയാണ് ഞാൻ ആലോചിക്കുന്നത്. അതേപോലെ തന്നെ ബംഗ്ലാദേശും നമ്മള് ശ്രീലങ്കയും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. ശരിയാ. പക്ഷെ സൗത്ത് ഇന്ത്യയും ശ്രീലങ്കയും അങ്ങനെ ആലോചിക്കണം. ഞാന് പിന്നെ എല്ലാം നമ്മളൊരു ദേശീസ്, നമ്മളിങ്ങനെ സൗത്ത് ഏഷ്യൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ദേശീസ് ആണ്, നമുക്ക് കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. സത്യം നമുക്ക് ഇങ്ങനെ ബോർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് വിചാരിച്ച് നമ്മള് ഒരേ ഒരു എത്നിസിറ്റി ആയിട്ടാണ് ഞാൻ കാണാറ്. ഈ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക, പിന്നെ വേറെ നേപ്പാൾ, മ്യാൻമാർ ഒക്കെ ദേശീസാ. സൗത്ത് ഏഷ്യൻസ്. ഞാന് ഒരു ദിവസം ഇങ്ങനെ വെറുതെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവാ. അപ്പൊ എന്റെ മനസ്സിക്ക് വന്നൊരു തോട്ടാ, ഞാൻ എന്നോട് ചോദിക്കണം വിചാരിച്ചത്. അതായത് ചോദിക്കണം എന്നല്ല, ഷെയർ ചെയ്യണം വിചാരിച്ചത്. അതായത് ഈ ആലോചിച്ച് നോക്കുക, മിറർ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ചത്, പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഒരാൾക്ക് അയാളുടെ ഒരു രൂപം അയാൾക്ക് അറിയില്ല. ബാക്കിയുള്ളവരെ അയാളെ കാണുന്നുണ്ട്, ഇയാൾക്ക് ബാക്കിയുള്ളവരെ കാണുന്നുണ്ട്, പക്ഷെ അയാൾക്ക് ആ രൂപം അയാൾക്ക് അറിയില്ല. പക്ഷെ മിറർ കണ്ടുപിടിച്ച് വരുമ്പോഴാണ് ഇവരാര് സെൽഫ് റിഫ്ലക്ഷൻ എന്തൊക്കെ കാണുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കണതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ ഇവര് വെള്ളത്തിൽ നോക്കും. അതെ, ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ 10-15 മിനിറ്റ് ഇങ്ങനെ ഞാൻ ആദ്യം ഇങ്ങനെ ഫുൾ ഇതായി. അതായത് എങ്ങനെയല്ല ഇവര് സ്വന്തം കാണാതെ എങ്ങനെ ജീവിച്ചത്. പിന്നെ അങ്ങനെ ആലോചിച്ചപ്പോ അന്ന് വെള്ളം ഉണ്ടായിരുന്നു, വെള്ളത്തിന് റിഫ്ലക്ഷൻ ഉണ്ട്, അപ്പൊ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഇപ്പത്തെ പോലെ ആക്സസിബിൾ അല്ല. അതെ. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു പിസ്സ പ്ലേസ് പോയിട്ടോ. അപ്പൊ പിസ്സ പ്ലേസ് പോയപ്പോള് ഞാന് അവിടെ ചിക്കൻ ഉണ്ട്, അതേപോലെ മീറ്റ് ഉണ്ട്, പോർക്ക് ഉണ്ട്, ഓരോ ഇതുണ്ട്. ഇപ്പൊ നമ്മൾ എവിടെ ഫുഡ് കഴിക്കണ എവിടെ പോയാലും നമ്മൾ ചോദിക്കണുള്ളൂ ഇത് ഹലാലാണോ, ഹലാലാണെങ്കിൽ പറ്റില്ല, ഹലാലാണോ എന്ന് ചോദിക്കണതാണ്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ച് ചിക്കന് നിങ്ങളുടെ ഹലാലാണോ ചോദിച്ചു. അപ്പം അവിടെ ഒരു പെണ്ണ, ആ പെണ്ണ് പറഞ്ഞു ഞങ്ങളെ ചിക്കൻ ഹലാലാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങളോട് ചോദിച്ച് മീറ്റ് ബോൾസ് ഹലാലാണോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു മീറ്റ് ബോളും ഹലാലാണ് പറഞ്ഞു ആ പെണ്ണ്. അപ്പൊ ഞാൻ ചോദിച്ചു മീറ്റ് ബോളിൽ എന്തൊക്കെയാണ് വരുന്നത് ചോദിച്ചു. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു ഇത് ബീഫിന്റെയും പോർക്കിന്റെയും മിക്സ് ആണ്, പകുതി ഹലാല. അപ്പൊ ഞാൻ ചോദിച്ചു മീറ്റ് ബോൾ ശരിക്കും ഹലാലാണോ ചോദിച്ചു. അപ്പൊ ആ പെണ്ണ് ഹലാലാണ്. ചേച്ചിക്ക് എന്താന്ന് അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു തെറ്റ് പറ്റിയിട്ടാണ്, കാരണം പോർക്ക് ഒരിക്കലും ഹലാലാവാൻ ചാൻസ് ഇല്ല. ഈ പെണ്ണിനോട് തർക്കിക്കാൻ തുടങ്ങി. അത് ഹലാലാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇത് വരുന്ന അതായത് ഇത് വരുന്ന പാക്കേജിങ് ഉണ്ട്, ആ പാക്കേജിൽ മൊത്തം ഇത് ഹലാലാണെന്ന് എഴുതിയിട്ടുണ്ട്, ഇത് 100% ഹലാലാണ്. അപ്പൊ ഞാനൊരു വെജിറ്റബിൾ പിസ്സ, കാരണം ഇവരെ ചിക്കൻ ഹലാലാണെന്ന് വരെ എനിക്കങ്ങ് ഡൗട്ടായി പോയി. പോർക്ക് എന്നോട് 100% അപ്പൊ അത് ഞാൻ ഇതേപോലെ ഞാൻ ജസ്റ്റ് നോട്ടിൽ. ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാന് ഇവിടെ കിച്ചണറിൽ നിന്ന് ടൊറന്റോയിലേക്ക് മാറിയപ്പോ ഞാൻ ഒരു ടിഫിൻ സർവീസിന് ഞാൻ സൈനപ്പ് ചെയ്തു. കാരണം ബിസിനസ് ഒക്കെ ആയിട്ട് ബിസി ആയിട്ട് എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റാതെ ഞാൻ 13 കിലോ കുറഞ്ഞു. അതെ, 14 കിലോ കുറഞ്ഞു. പിന്നെ അപ്പൊ 14 കിലോ കുറഞ്ഞപ്പോ എനിക്ക് തന്നെ ഭയങ്കര വിഷമമായി. എന്നിട്ട് പിന്നെ ഞാൻ ഫൈനലി ഒരു ടിഫിൻ സർവീസിന് സൈനപ്പ് ചെയ്തു. അങ്ങനെ ഈ ടിഫിൻ സർവീസ് എന്ന് വെച്ചാല് മിസ്റ്റർ ജോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ് സ്കാർബറോയിലുള്ളത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇവര് ബെസ്റ്റ് ടിഫിൻ സർവീസ് ഇൻ ദ വേൾഡ് ആണ്. കാരണം എന്താന്ന് വെച്ചാല് ഇവരുടെ അഡ്വാൻറ്റേജസ് എന്താന്ന് പറയാം. ഒന്ന്, ഇവര് ടിഫിൻ സർവീസ് ഇവരൊരു പ്രോപ്പർ റെസ്റ്റോറന്റ് ആണ്. അപ്പൊ ആ റെസ്റ്റോറന്റിലെ ഫുഡ് ഇവര് ടിഫിനായി കൊടുക്കുകയാണ്. അപ്പൊ റെസ്റ്റോറന്റ് ക്വാളിറ്റി ടേസ്റ്റ് ഉണ്ട് ഫുഡിന്. പൊതുവെ ടിഫിൻ സർവീസ് എന്ന് പറയുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനേക്കാളും കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാവാം ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ടിഫിനൊക്കെ. അപ്പൊ ഇവര് റെസ്റ്റോറന്റ് ക്വാളിറ്റി ടേസ്റ്റ് ഉള്ള ഫുഡാണ് കൊടുക്കുന്നത്. ഒന്ന്. രണ്ട് എന്ന് പറഞ്ഞാൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ അത്രക്ക് ലോവാ, 1 ലോ ആയിട്ടുള്ള പ്രൈസാ. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന അത്ര തന്നെ ചീപ്പാണ് ഇവരുടെ അടുത്ത് നിന്ന് കഴിക്കാൻ. അതൊന്ന്. 3 എന്ന് വെച്ചാല് എന്റെ വീട്ടിൽ നിന്ന് 700 മീറ്ററുള്ളൂ
അപ്പൊ ഭയങ്കര അടുത്താണ്, കൺവീനിയന്റ്. ഈ ടിഫിൻ സർവീസസ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇവര് വീട്ടിലേക്ക് ഡെലിവറാ ചെയ്യാം. അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു ദിവസം നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചാലും ഈ ഫുഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നമുക്ക് അങ്ങനെ പോസ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് വേണ്ട നാളെ വേണം മറ്റന്നാ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇവരുടെ അടുത്തുനിന്ന് നമ്മൾ പോയി പിക്ക് ചെയ്യുന്നോണ്ട് ഇവർക്ക് നമുക്ക് തോന്നിയ ദിവസം നമ്മൾ പോയി പിക്ക് ചെയ്താൽ മതി. ഒരു ദിവസം നമ്മൾ പുറത്തുനിന്ന് കഴിക്കാം. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ കിച്ചണറിലാണ്, ഇപ്പൊ എനിക്ക് അവിടുന്ന് ഫുഡ് വേണ്ട, പക്ഷെ ടിഫിൻ സർവീസിന് ഞാൻ സൈൻ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വീട്ടിലേക്ക് വന്നോണ്ടേക്കും. അപ്പൊ ഫുഡ് ഇങ്ങനെ പൈലപ്പ് ആകും. ഇപ്പൊ ഇതായോണ്ട് അതില്ല. 4 എന്ന് വെച്ചാല് ടിഫിൻ സർവീസിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അവര് ടിഫിൻ സർവീസ് തീരുമാനിക്കും ഇന്ന് എന്ത് ഫുഡാണ് നമ്മൾ കൊടുക്കുന്നതെന്ന്. അപ്പോ അത് നമ്മൾ കിട്ടും, നമ്മളത് ഓക്കെ അത് കഴിക്കാം. അപ്പൊ മിസ്റ്റർ ജോൺസിൽ നമ്മൾ പോകുമ്പോ എങ്ങനെയാന്ന് വെച്ചാല് അവരുടെ മെനു ഉണ്ട്. അതിൽ ആ ദിവസം നമുക്ക് എന്താ വേണ്ടത് നമ്മൾ പറഞ്ഞാൽ അവരത് എടുത്തു തരും. അപ്പൊ ചിക്കൻ ബിരിയാണി ഉണ്ട്, വെജ് പുലാവ് ഉണ്ട്, പൊറോട്ടയും ചിക്കൻ റോസ്റ്റും ഉണ്ട്, ചപ്പാത്തി ചിക്കൻ റോസ്റ്റ്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. അപ്പൊ ആ ടൈമിൽ നമുക്ക് എന്താ മൂഡ് അത് നമുക്ക് എടുക്കാം. അപ്പൊ ബെസ്റ്റ് എവർ ഓപ്ഷൻ ആണ്. ഇതിലൊരു നല്ലൊരു ഡീൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല. എല്ലാ ബോക്സും ഇവർ ടിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ വിന്റർ ആയപ്പം ബിസിനസ് ഒക്കെ ഇങ്ങനെ സ്ലോ ആയപ്പം സമീർ, നീനു, ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട് നീനുവിന്റെ അപ്പാർട്ട്മെന്റിലാണ് ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് ഐറ്റംസ് ഒക്കെ നീനുവിന്റെ ആണ്, ഞങ്ങൾക്ക് ഇതായിട്ട് ഒരു ബന്ധമില്ല. അതെ, ഈ പൂക്കിയൊക്കെ നീനുവിന്റെ ആണ്. അപ്പൊ സമീർ എന്നോട് പറഞ്ഞേ നിങ്ങക്ക് ഇനി കുക്ക് ചെയ്ത് തുടങ്ങിക്കൂടെ. ഞാൻ ഈ പോഡ്കാസ്റ്റില് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുക്കിംഗ് ഞാൻ നന്നായി കുക്ക് ചെയ്യും, എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പരിപാടിയാണ്. അതെ, ഞങ്ങൾ ഇവരോട് പറഞ്ഞ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവര് ഈ റെസ്റ്റോറന്റ് ഫുഡ് ഇപ്പം ജയപ്പോ പറഞ്ഞു ഈ ഫുഡൊക്കെ റെസ്റ്റോറന്റ് ക്വാളിറ്റി ആണെന്ന്. റെസ്റ്റോറന്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതില് അവര് ചിലപ്പോൾ അജിനോമോട്ടോ ആഡ് ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യും. അപ്പൊ ഈ ഫുഡ് ഇങ്ങനെ എന്നും കഴിക്കാറിന ഹെൽത്ത്, പിന്നെ ഇവരെ ഓയിലൊക്കെ പറഞ്ഞാല് ഓയിലൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടാവും. അപ്പം ആ ഫുഡ് എന്നും കഴിക്കാറ് അതായത് നമ്മുടെ ഒരു നിത്യ ജീവിത ചര്യയിൽ ഇവരുടെ ഒരു ഭക്ഷണ രീതി പറഞ്ഞാൽ 3 നേരം ഈ ഹോട്ടലിലുള്ള ഫുഡ്. അപ്പൊ അത് എന്തായാലും ഒരു ലോങ് ടേമില് ഹെൽത്ത് കൺസേൺ ആവുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. വെറും സ്നേഹം. അപ്പൊ ഇവര് കൊറേ ആയി എന്റെ പിന്നാലെ നടന്നിട്ട് ഇനി അത് നിർത്തിക്കൂടെ, ഇനി അത്. പക്ഷെ ആ ഒരു കൺവീനിയൻസ് എന്ന് പറഞ്ഞാല് പിന്നെ ടേസ്റ്റും ശരിക്കും ഞാനും കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല അഫോർഡ്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന അത്ര തന്നെ ചീപ്പ്, നമ്മളൊരു സമയം സ്പെൻഡ് ചെയ്യണ്ട. രാത്രി ഇവര് പുലർച്ചെ 3 മണി വരെ ഓപ്പൺ ആണ്, എപ്പോ വേണേലും ചെല്ലാം. കഴിഞ്ഞ് വരുമ്പോഴും ഒന്നും ആലോചിക്കണ്ട. പക്ഷെ ഇവരിങ്ങനെ പറയാ. അപ്പൊ ഞാൻ ഈ ടിഫിൻ സർവീസ് ക്യാൻസൽ ചെയ്യാൻ ഒരു രീതിയിലും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം. അപ്പൊ എനിക്കൊരു വിശ്വാസം ഉണ്ട്, നമ്മളിപ്പോ ഒരാള് നമ്മളെ വോൺ ചെയ്യാതെയാണ് ഞാനിപ്പോ ഈ ടിഫിനിൽ ഇങ്ങനെ കഴിക്കുന്നെങ്കിൽ എനിക്കൊന്നും പറ്റില്ല. പക്ഷെ ഒരാൾ എന്നോട് സൈഡിൽ നിന്ന് ഇങ്ങനെ വോൺ ചെയ്യാണ്, എടാ നീ കഴിക്കണ്ട, അത് ഹെൽത്തി ആവോ, നിനക്ക് സ്വന്തമായി കുക്ക് ചെയ്ത്. എന്നിട്ട് ഞാൻ എന്റെ ഒരു അരഗന്റ് ആയിട്ട് ഞാൻ ഇവരെ ഇഗ്നോർ ചെയ്ത്, ഇവർ ഇത്രയും എന്നെ വോൺ ചെയ്തിട്ട് ഞാൻ ഇഗ്നോർ ചെയ്തിട്ട് ഞാന് അതിലൂടെ തുടരുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും അസുഖം വരുന്നത്. പണ്ട് ഞാൻ വീട്ടിൽ നിന്നും പുറത്ത് പോവാന്നൊക്കെ പറയുമ്പോ എന്റെ ഉമ്മ എന്നോട് പറയും പുറത്ത് പോകണ്ടാവും. അപ്പൊ ഞാൻ പറയോ അതെന്താ പോയാല്, അല്ല ഞാൻ ഗംഗയൊന്നും ആവില്ല, ഞാൻ പറയും അല്ലല്ല എനിക്ക് പോണം, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ഞാൻ പോവാണ്. അപ്പം പറയും പോണ്ട. അപ്പൊ ഞാൻ പറയും അല്ല എനിക്ക് പോയേ പറ്റൂന്ന് പറയും. വീണ്ടും ഗംഗയൊക്കെ മാരുന്നില്ല. അപ്പൊ ഞാൻ പോയേ പറ്റൂന്ന് പറയും. അപ്പൊ പറയും ഇല്ല പോണ്ട. അപ്പൊ ഞാൻ ഉമ്മനോട് പറയും ഉമ്മ ഇതെനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ്, എനിക്ക് പോയേ പറ്റൂ. പക്ഷെ ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതെ, ധിക്കരിച്ച് പോയതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ബ്ലെസ്സിങ് തരും, ഞാന് പൊയ്ക്കോന്ന് പറ, എന്നിട്ട് ഞാൻ പോയിക്കോളാന്ന് പറയും. അപ്പൊ ഉമ്മാക്കും ഉള്ളിലൊരു പേടി വരും. അപ്പൊ ഉമ്മ പറയും ഓക്കെ എന്നാ പൊക്കോന്ന് പറയും. അങ്ങനെയാണ് ഞാൻ പോവാറുണ്ടായിരുന്നത്. അപ്പൊ അതേപോലെ സമീർ ഒക്കെ ഇവരൊക്കെ വോൺ ചെയ്തിട്ട് ഞാൻ ഇഗ്നോർ ചെയ്തിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാന് വീട്ടില് ഹോം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നല്ലത്. ഞാൻ 2 ദിവസം റിസർച്ച് ഒക്കെ ചെയ്ത് ഞാന് ആണെങ്കിൽ ഈ സ്നാപ്ചാറ്റില് 1 year ago today, 2 years ago today എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അപ്പൊ 1 year ago today എന്ന് പറഞ്ഞാൽ ഞാൻ ജിമ്മിൽ പോയിട്ട് ബെസ്റ്റ് ഷേപ്പ് ഓഫ് മൈ ലൈഫിലായിരുന്നു ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്റെ ഫോട്ടോസും അപ്പത്തെ ഫോട്ടോസും കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ ബാക്ക് ടു വെയിറ്റ് ഗെയിൻ, ബാക്ക് ടു ജിം എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ഞാനിപ്പോ ഒരു
ഫുള്ളി ഡയറ്റ് ഉണ്ടാക്കി. പ്രോട്ടീൻ റിച്ച് ഫുഡ് മാത്രമാണ് സയാൻ കഴിക്കുന്നത്. എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽസ്? പ്രോട്ടീൻ ഞാൻ ഇത് ChatGPT ഞാനും വളരെയധികം ഇങ്ങനെ ചർച്ച ചെയ്തുണ്ടാക്കിയ ഡയറ്റാണ്. അപ്പൊ ഒന്ന് ChatGPTക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഇപ്പൊ അവർ $10 വെച്ച് ചോദിക്കുകയായിരുന്നു. അതെ, ChatGPT ഞാൻ $100 പെർ അവറുടെ വർക്ക് അടുപ്പിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാല്, നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാലറി ഡെൻസ് ആയിട്ടും പ്രോട്ടീൻ ഡെൻസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. നമ്മൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്യണം. അത് ഉറക്കവും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 നമ്മൾ വെയിറ്റ് ട്രെയിൻ ചെയ്യണം. വെയിറ്റ് ലിഫ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ഞാൻ ChatGPTനോട് ചോദിച്ചു 100 ഗ്രാമിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള ഫുഡ് ഏതൊക്കെയാന്ന് ചോദിച്ചു. അങ്ങനെ ChatGPT കുറച്ച് ലിസ്റ്റ് ഒക്കെ തന്നു. അപ്പൊ അതിൽ ഏറ്റവും ടോപ്പ് ഗോട്ട് എന്ന് പറയുന്നത്, ഗോട്ടല്ല, ചിക്കൻ ബ്രസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. 100 ഗ്രാമിൽ ഏകദേശം 35 ഗ്രാമോളം 31 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അതെ, 100 ഗ്രാമിൽ 30, അത് 1/3 അതില് പ്രോട്ടീനാണ്. 1/3 പ്രോട്ടീനാണ്. അപ്പൊ ചിക്കൻ ബ്രസ്റ്റ്, പിന്നെ സെക്കൻഡ് വരുന്നത് ട്യൂണ ഫിഷ് ആണ്, തേർഡ് വരുന്നത് ലീൻ ബീഫ് ആണ്, ഫോർത്ത് വരുന്നത് സാൽമൺ ആണ്. അങ്ങനെയൊക്കെയാണ് ഈ ലിസ്റ്റ് ഉള്ളത്. അപ്പൊ ഞാൻ അതൊക്കെ നോക്കിയിട്ട് ഞാനിങ്ങനെ ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. ഞാൻ പ്രോട്ടീൻ മീറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നിന്ന്. അപ്പൊ ഞാൻ ഫുള്ളി പ്ലാൻ ഉണ്ടാക്കിയത് 100 ഗ്രാംസിനെ കണക്ക് കൂട്ടിയിട്ടാണ്. അപ്പൊ ഞാൻ അപ്പൊ ഒരു 100 ഗ്രാംസ് എന്ന് പറയുമ്പോൾ 2 ചിക്കൻ ബ്രസ്റ്റ് കഴിക്കേണ്ടി വരും 200 ഗ്രാംസ് ആവാന് എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ കൂട്ടി നോക്കിയപ്പം നമ്മൾ ഈ ഐഡിയൽ ഇതിൽ പറയുന്നത്, നമ്മുടെ ഐഡിയൽ വെയിറ്റ് എത്രയാണോ അതിന്റെ ഡബിൾ ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ ആണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പൊ എനിക്കിപ്പോ 70 കിലോസ് ആണ് വേണ്ടതെങ്കിൽ 140 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ അപ്പൊ ഡെയിലി. അപ്പോ 1 ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 385 ഗ്രാംസ് ആണ് ഉണ്ടാവുക. അതിപ്പോ അത് നോക്കുമ്പോൾ 120 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ ഒറ്റ ചിക്കൻ ബ്രസ്റ്റിൽ മാത്രം നമുക്ക് കിട്ടും. പ്ലസ് നമ്മൾ ഒരു ക്യാൻ ഓഫ് ട്യൂണ കഴിക്കുകയാണെങ്കിൽ അതിൽ 32 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ ഉണ്ടാകും. 120 + 32 ആകുമ്പോൾ 152 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ. അത് തന്നെ അപ്പൊ തന്നെ മീറ്റ് ആയി. അപ്പൊ ഞാൻ ഡെയിലി ഒരു ക്യാൻ ഓഫ് ട്യൂണും ഒരു ചിക്കൻ ബ്രസ്റ്റും കഴിക്കുന്നതിന് എന്റെ പ്രോട്ടീൻ റിക്വയർമെന്റ്സ് മീറ്റ് ആയി. അതെ, പ്രോട്ടീൻ പൗഡർ ഒക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചത് അതിനൊന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ട്. അതെ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും സുഖനിദ്ര, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്. സയാൻ സാക്കിർ, സമീർ റോഷൻ. പീസ് ഔട്ട്.